ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം സന്ദർശിക്കുക www.sunniGlobalVoice.com. ഇപ്പോൾ www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله ما شاء الله كان لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كذبوا بآياتنا واستكبروا عنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين. صدق الله العظيم. കഴിഞ്ഞ ദിവസം നമ്മുടെ ചോദിക്കാൻ അവസരം കൊടുത്ത സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട അലിയൻ സാബ് ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഉസ്താദിന് വേണ്ടി ആയിരുന്നില്ല, ഉസ്താദിനെ അറിയാത്തത് കൊണ്ടുമല്ല, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. എന്തായിരുന്നു അള്ളാഹുവിൻ്റെ ഹയാത്ത് എങ്ങനെ? അള്ളാഹു ഹയ്യാണ് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ ഹയാത്ത് നമ്മുടെ ഹയാത്ത് പോലെ ആത്മാവ് കൊണ്ടുള്ള ഹയാത്തല്ല അള്ളാഹുവിനുള്ളത്. അവൻ്റെ ദാത്ത് കൊണ്ട് തന്നെ അവൻ ഹയ്യാകുന്നു. നമ്മളെപ്പോലെയുള്ള റൂഹ് കൊണ്ടല്ല, അർവാഹുകളെ കൊണ്ടല്ല. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ച നാം നടത്തിയപ്പോൾ ഈ അർവാഹിന് നാശമുണ്ടോ, നമ്മുടെ ആത്മാക്കൾ നശിക്കുമോ എന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളൊന്ന് പറഞ്ഞ അർവാഹ് നശിക്കുന്നില്ല, നശിക്കാത്ത 5-8 വസ്തുക്കളുണ്ട് എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച അറിവ് നിങ്ങളുമായി ആദ്യമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് കുല്ലുമൻ അലൈഹ ഫാൻ, അല്ലെ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് തുടങ്ങിയതായിരിക്കുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ട് എന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നശിക്കില്ലേ, അപ്പോൾ ആ കൂട്ടത്തിൽ ആത്മാവ് നശിക്കില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവാം. എന്നാൽ 8 കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 8 കാര്യങ്ങൾ നശിക്കാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ ആയത്തിന് എങ്ങനെ അർത്ഥം വെക്കുക? കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാറ്റിനും നാശമുണ്ടെന്ന് പറഞ്ഞാൽ നാശത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതൊക്കെ നശിച്ചു പോകുമെന്നുള്ളതാ. നശിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതും മുഴുവൻ നശിച്ചു പോകും. നശിക്കാൻ വേണ്ടിയല്ല, നിലനിൽക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതൊക്കെ അത് നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ആയത്തിന്റെ അർത്ഥം. മനസ്സിലായോ? എല്ലാം നശിക്കും എന്ന് പറഞ്ഞാൽ നാശത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിക്കും. നശിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടാത്തത് നശിക്കുകയുമില്ല. അപ്പൊ സ്വർഗവും നരകവും നശിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല.
അതുപോലെ തന്നെ അതിൽ അനുഗ്രഹീതരായിട്ടോ അല്ലെങ്കിൽ അതിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടോ കഴിയുന്ന ആത്മാക്കളും, കാരണം ആത്മാക്കൾ നശിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, അർവാഹുകൾ നശിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അപ്പൊ സ്വർഗവും അതിലെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നു പറയുന്ന കൂട്ടത്തിൽ ഏതും പെട്ട്? ആത്മാക്കളും പെട്ട്. സ്വർഗത്തിലെ സത്യവിശ്വാസികളുടെ ആത്മാക്കളാണെങ്കിൽ അത് സ്വർഗത്തിലാണ്, അവരുടെ ആത്മാവും ജഡമൊക്കെ പെട്ടു അതിലെന്ത് ചെയ്യുന്നതാണ്? അവര് ശാശ്വതമായി അള്ളാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. അവിശ്വാസികളാണെങ്കിൽ നരകത്തിൽ അവരുടെ ആത്മാവും അവരുടെ ശരീരവും നരകശിക്ഷ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും. അപ്പം സ്വർഗം, നരകം, അതുപോലെ അതിലെ അനുഗ്രഹങ്ങൾ, അർശ്, കുർസ്, അതുപോലെ തന്നെ ഹൂറിൻലീങ്ങൾ, അതിലുള്ളായിരിക്കുന്ന സ്വർഗത്തിലുണ്ടാവുന്ന പിന്നെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ, അതായത് കുട്ടികളുണ്ടാവുന്നില്ല, പ്രത്യേകമായിട്ട് നമ്മൾ ഖിദ്മത്തിന് വേണ്ടി കുട്ടികളുണ്ടാകും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന 5-8 കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ അല്ലാമ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിലുള്ള പോലുള്ളായിരിക്കുന്ന നമ്മുടെ ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു ബൈത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. വല്ലർശു വൽ കുർസിയു ലാ യുഫിനിഹിമാ അയ്ളം വഇന്നഹുമാ ലമഖ്ലൂഖാനി والحور لا تفنى كذلك جنة المأوى وما فيها من الولدان ولأجل هذا قال جهم إنها عدم ولم تخلق إلى ذا الآن والأنبياء فإنهم تحت الثرى أجسامهم حفظت من الديدان ما للبلاء بلحومهم وجسومهم أبدا وهم تحت التراب يدان وكذاك عجب الظهر لا يبلى بلا منه تركب خلقة الإنسان ثمانية حكم البقاء يومها من الخلق والباقون في حيز العدم هي العرش والكرسي ونار وجنة وعجب وأرواح كذا اللوح والقلم. 8 വസ്തുക്കൾക്ക് നാശമില്ല. വല്ലർഷു വൽ കുർസിയു ലാ യുഫിനിഹിമാ, അർശിനിക്കും കുർസിനിക്കും നാശമില്ല. അയ്ളൻ വഇന്നഹുമാ ലമഖ്ലൂഖാനി, അർശും കുർസും എല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടതുമാണ്. വൽഹൂറു ലാ തഫ്നാ കദാലിക ജന്നത്തുൽ മഅവാ വമാ ഫീഹാ മിനൽ വിൽദാനി, ഹൂറിലിങ്ങൾക്കും നാശമില്ല, സ്വർഗത്തിന് നാശമില്ല, അതുപോലെ തന്നെ അതിലുള്ളതായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും നാശമില്ല. പിന്നെ വല്ലംബിയാഉ ഫഇന്നഹും തഹത الثرى അജ്സാമുഹും ഹുഫിളത് മിനദ്ദീദാനി, അംബിയാക്കൾക്ക് അവർ ഖബറിലായതിനു ശേഷം അവർക്കുള്ള ശരീരങ്ങൾക്കും അവരുടെ ശരീരങ്ങളും ഹുഫിളത് മിനദ്ദീദാനി, പുഴുക്കളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അംബിയാക്കളുടെ ജഡങ്ങൾ, ജഡങ്ങളെന്ന് പറയാൻ പറ്റൂല, അംബിയാക്കളുടെ ഭൗതിക ശരീരം അത് പുഴുക്കളിൽ നിന്ന് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ജഡമെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, ജീവനില്ലാത്ത ശരീരത്തിനാണ് ജഡമെന്ന് പറയുന്നത്. പറഞ്ഞിപ്പോൾ സബുൽ മൂബിഖാത്ത് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വന്തോഷായതുകൊണ്ടൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെഹറാജ് പോയത്, അതെ, മെഹറാജ് പോയത് ബി ജസദി വ ബി റൂഹിന, അവിടെ നമ്മൾ ജഡത്തോടു കൂടെയും അവിടെ ആത്മാവോട് കൂടെയും വെക്കും. ചില ആളുകൾ എന്ത് പറയുന്നുണ്ട്, അവിടെ ജഡം എന്ന് പറയുന്നത് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. ജഡം എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരം മാത്രത്തിനാണ് ജഡം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല്, ചില ആളുകൾ വിശ്വസിക്കുന്നത് ആത്മാവ് പിന്നെ മാത്രമേ പോയിട്ടുള്ളൂ, ജഡം അതായത് റസൂലുള്ളാഹിന്റെ ശരീരം പോയിട്ടില്ല എന്നുള്ള. അപ്പോൾ നമ്മൾ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ആത്മാവോട് കൂടത്തെ ജഡത്തോടു കൂടിയുമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവും റൂഹും ജസദോടും കൂടിയാണ് അവിടുന്ന് മിറാജ് പോയത്, ഇസ്രാവും മിറാജ് നടത്തിയത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് പോയി അത് വലിയൊരു ഒച്ചംപൊളിയും നാശമാക്കി സാധാരണക്കാരെ ആളുകളെ തശ്വീഷാക്കുന്ന ആളുകൾക്ക്
അവർക്ക് അള്ളാഹു അവർക്ക് അർഹിക്കുന്നത് അവർക്ക് നൽകട്ടെ എന്നേ പറയാനുള്ളൂ. അപ്പോൾ പോട്ടെ. അപ്പോൾ എന്താണ് വല്ലംബിയാഉ ഫഇന്നഹും തഹത സറ അജ്സാമുഹും ഹുഫിളത് മിനദ്ദീദാനി. അമ്പിയാക്കള് അവർക്കുള്ളതായിരിക്കുന്ന ഭൗതിക ശരീരങ്ങൾ ആ മണ്ണിന്റെ ചുവട്ടിൽ പുഴുക്കളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതാണ്. മലിൽ ബലാബിലുഹൂമിഹിം വജുസൂമിഹിം അബദം വഹും തഹത തുറാബിയദാനി. അവർക്കുള്ളതായിരിക്കുന്ന മാംസത്തിനും അവരെ ശരീരത്തിനും പശുക്കൾക്ക് യാതൊരു വഴിയുമില്ല, അവിടെ കടുക്കൂല. വകദാക ഉജുബുൽ ലാ യബ്ലാ ബല മിന്നൂ തറക ബഖിൽഖതുൽ ഇൻസാനി. അജുബുൽ ലഹർ എന്ന് പറയുന്ന മനുഷ്യന്റെ നട്ടെല്ലിന്റെ അവസാനത്ത് കാണാം ഒരു എല്ല്. ആ എല്ലിനും നാശമില്ല. മനസ്സിലായില്ലേ? ആ എല്ലിനും നാശമില്ല. കാരണം എന്തുകൊണ്ട്? അതിൽ നിന്നാണ് മനുഷ്യൻ രണ്ടാമത് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത്. രണ്ടാമത് പുനർജനമുണ്ടല്ലോ, പുനർജീവിതം. അപ്പോൾ ഈ നുരുമ്പിപ്പോയ മനുഷ്യനെ ഈ എല്ല്, ഈ നട്ടലിൻ്റെ അവസാനത്തിൽ കാണുന്ന എല്ല്, അതിനാണ് ഉജുബുൽ ലഹർ എന്ന് പറയാം. അത് എന്ത് ചെയ്യുന്നതാണ്? അതിൽ നിന്നാണ് മനുഷ്യൻ രണ്ടാമതായിട്ട് പുനർജീവിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായി. അർശ്, കുർസി, ഹൂറലിങ്ങൾ, വിൽദാൻ അവർ സന്താനങ്ങൾ, അതുപോലെ തന്നെ പിന്നെ പ്രവാചകന്മാരുടെ ശരീരങ്ങൾ, ഉജുബുൽ ലഹർ, ഹൂറലിങ്ങൾ, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന അത് ബഹുമാനപ്പെട്ട സുയ്യിദിമാം വേറെ രൂപത്തിൽ പറഞ്ഞ് സമാനിയത്തുൻ ഹുക്കുമുൽ ബഖായി യഉമ്മുഹ, വളരെ വ്യക്തമായി പറയുന്നത്. സമാനിയത്തുൻ ഹുക്കുമുൽ ബഖായി യഉമ്മുഹ, എട്ടെണ്ണത്തിനിക്ക് ബഖായിന്റെ ഹുക്കുമ് അത് വ്യാപിക്കും. അർഷും കുർഷും വരെ വേറെ വേറെയാണോ? അതെ, അർഷും കുർഷും വേറെ വേറെ തന്നെയാണ്. അർഷ് എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ഒരു അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടിയാണ് അർഷ്. കുർസി എന്ന് പറഞ്ഞാൽ അതിന് അത്ര തന്നെ ഇല്ലാത്തതാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്, അള്ളാഹുവിൻ്റെ കുർസി തന്നെ ഒന്ന് എന്താകുന്നു? അവൻ്റെ സിംഹാസനമാണ്. അല്ലാഹു തആലാന്റെ സിംഹാസനം എന്ന് പറയേണ്ട സാധാരണഗതിയിൽ അവൻ്റെ അധികാരം ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ്. അതായത് അർഷ് മുതൽ ഫർഷ് വരെ എന്ന് പറയാറുണ്ട്. അപ്പോൾ വലിയൊരു അള്ളാഹുവിൻ്റെ ഏറ്റവും നമുക്ക് പിന്നെ ഊഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ പ്രപഞ്ചം ആസകലം ചുവന്നു നിൽക്കുന്ന ഒന്നിനേക്കാണ് അർഷ് എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ അർഷ്. കുർസി എന്ന് പറഞ്ഞാൽ അത്രല്ല, അതിൻ്റെ താഴെയുള്ളതാണ്. കസേര എന്ന് പറയും കുർസീന്. പിന്നെ സമാനിയത്തുൻ ഹുക്കുമുൽ ബഖായി യഹുമുഹ, എട്ടെണ്ണത്തിന് ബഖായിന്റെ ഹുക്കും, അതായത് എട്ടെണ്ണം, ഈ പറയപ്പെടുന്ന എട്ടെണ്ണം അതെന്താകുന്നു? അതെന്നും നിലനിൽക്കും. മിനൽ ഖൽഖി വൽ ബാഖൂന ഫീ ഹയ്യിസിൽ ആദമി, ബാക്കിയുള്ളതൊക്കെ ഇല്ലാത്തതിന്റെ ഗണത്തിലാകുന്നു. ഹിയൽ അർശു വൽ കുർസി വ നാറും വ ജന്നത്തു. കണ്ടോ എത്രയായി? അർശ്, കുർസി, നാറ്, ജന്നത്ത്, നാലിനായി. ഉജുബുൻ വഅർവാഹുൻ, ഉജുബ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ നട്ടലിന്റെ ലാസ്റ്റ് കാണുന്ന എല്ല്, ഉജുബുൽ ലഹർ. വഅർവാഹുൻ, ആത്മാക്കള്. കദൽ ലൗഹു വൽ ഖലമു, ലൗഹുൽ മഹ്ഫൂദും കലമും അതിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും ഏതാവട്ടെ. അപ്പം എന്ത് മനസ്സിലായി നമുക്ക്? പിന്നെ എല്ലാം നശിക്കുമെന്ന് പറഞ്ഞതിൽ 5 ഒഴിവാണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്? വളരെ വ്യക്തം. പിന്നെ ഓക്കെ, ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന ഒരു സംശയത്തിനുള്ള ഒരു മറുപടിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട മുസന്നിഫ് അവറുകൾ എന്താ പിന്നെ പറയുന്നത് കാണുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഹയ്യ് എന്ന് പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യാകുന്നു എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം. ഇന്നെന്താണ്? ഖാദിർ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ശരിയായ വണ്ണം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഒരുപാട് സംശയങ്ങൾക്കും നമുക്ക് മറുപടി ലഭിക്കും. സാധാരണ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഭൗതികവാദികളൊക്കെ ഉന്നയിക്കുന്ന പല സംശയങ്ങളും ഈ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പറ്റി ശരിയാവണ്ണം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒക്കെ എല്ലാത്തിനും മറുപടി ലഭിക്കുകയും ചെയ്യും. നമുക്കത് പറയാനും സാധിക്കും. മനസ്സിലായില്ലേ? പല ചോദ്യങ്ങളും യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ ഉന്നയിച്ചു വിടാറുണ്ട്. അള്ളാഹുവിനെ പോലെ വേറെ അള്ളാഹുവിനെ പടക്കാൻ സാധിക്കുമോ? അള്ളാഹു താല അവനെ പോലെ വേറെ തന്നെ പടക്കാൻ സാധിക്കുമോ? ഇല്ലേ? സാധിക്കും എന്ന് പറഞ്ഞാലും കൊടുക്ക്, സാധിക്കൂല എന്ന് പറഞ്ഞാലും കൊടുക്ക്. ഇത്തരം കെണീസുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇൻഷാ അള്ളാഹ് നമുക്ക് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. എന്ത് വേണം നമ്മൾ ഈ അള്ളാഹുവിൻ്റെ ഈ സിഫത്തിനെ സംബന്ധിച്ച് ശരിയായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ അത്തരത്തിനൊക്കെ നമുക്ക് മറുപടി പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ ഈ സിഫത്ത്? ഖുദ്റത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, എന്താണ് ഖുദ്റത്ത്? സിഫത്തുൻ അസലിയത്തുൻ. ശരിക്കും നോക്കണം. സിഫത്തുൻ അസലിയത്തുൻ ഖായിമത്തുൻ ബിദാതിഹി തആല യതഅത്താ ബിഹാ ഈജാദു കുല്ലി മുംകിനിൻ വഇദാമുഹു. എന്താ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല, പറഞ്ഞുതരാം. അത് അള്ളാഹുവിൻ്റെ സത്തയിൽ നിലകൊള്ളുന്ന ഒരു ഗുണമാണ്. അത്ര നമ്മൾ പറയുന്നുള്ളൂ. അതിൻ്റെ എന്താണ് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സിഫത്തിന്, അതൊരു സിഫത്താണ്, അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയുള്ള സിഫത്ത്? അതുകൊണ്ട് എന്ത് സാധിക്കും? ഹുക്കുമാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഹുക്കുമാണ് നമ്മൾ പറയുന്നത്. എന്താ? സിഫത്തുൻ അസലിയത്തുൻ ഖായിമത്തുൻ ബിദാത്തി. നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹിൻ്റെ ഓരോ സിഫത്തിനും 3 നിർബന്ധം. ഓരോ സിഫത്തിനും അള്ളാഹുവിനെ മാനിയായിരിക്കുന്ന സിഫത്തുകൾക്ക് ഓരോന്നിനും 3 വസ്ഫുകൾ അതിന് നിർബന്ധ. ഒന്ന് അബദിയ്, അസലിയ്, സർമദിയ്, അല്ലെങ്കിൽ അഹദിയ്. അബദിയ്, അസലിയ്, അഹദിയത്ത്, ഇങ്ങനെ 3. അതായത് ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലകൊള്ളുന്ന ഒരു ഗുണം. ആ ഗുണം കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? യതഅത്താ ബിഹാ ഈജാദു കുല്ലി മുംകിനിൻ വഇദാമു. ഏത് മുംകിനായ കാര്യത്തിനെയും ഉണ്ടാക്കാൻ, ഇല്ലാതാക്കാൻ, ഒരു വസ്തുവിനെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിവുള്ള സാധ്യമാകുന്നതായിരിക്കുന്ന ഒരു ഗുണം. അപ്പോൾ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മുംകിന സാധനമായിരിക്കണം കേട്ടോ. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. മുംകിന് വെച്ചാൽ നമ്മുടെ ബുദ്ധി അത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും അനുവദിക്കും. അത് ഉണ്ടാവുകയും ചെയ്യുക, ഉണ്ടാവാതിരിക്കുകയും ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയാ, ഞാൻ എന്ന് പറയുന്ന ഞാൻ ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. ഉണ്ടാവൽ നിർബന്ധമായ വസ്തുവല്ല. അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിനേക്കാണ് മുംകിൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും വിഷയം. അപ്പം മുംകിനാതായിരിക്കുന്ന ഒരു വസ്തു, അതിനെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിയുന്നതായ ഒരു ഗുണം, അതിനേക്കാണ് ഖുദ്റത്ത്. അപ്പോൾ അല്ലാഹു തആലാന്റെ ഖുദ്റത്ത് കൊണ്ട്, പടച്ചവൻ എൻ്റെ ഖുദ്റത്ത് കൊണ്ട് എനിക്ക് സാധിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹു തആലക്ക് എന്തുണ്ട്? ഒരു വസ്തുവിനെ ഉണ്ടാക്കാനും അത് ഇല്ലാതാക്കാനുള്ള ആയിരിക്കുന്ന കഴിവുണ്ട്. അതുകൊണ്ട് റബ്ബേ എനിക്ക് ഉണ്ടാക്കി തരണേ എന്നാണ് അവിടെ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അസ്തഖ്ദിറുക ബിഖുദ്റതിക. കണ്ടോ, പടച്ചവനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസാണ്, ഒരു ദുആയാണിത്. എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്തഖ്ദിറുക ബിഖുദ്റതിക. നിന്റെ ഖുദ്റത്ത് കൊണ്ട് ഞാൻ എൻ്റെ കഴിവിനെ തേടുന്നു. അപ്പോൾ അല്ലാഹു തആലക്ക് അങ്ങനെ ഒരു സിഫത്ത് ഉണ്ട്. ഇല്ലാന്ന് പറഞ്ഞ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോട്ടെ, അവരിവിടാം നമുക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ചുരുക്കി കൊണ്ടുവന്ന് ഷോർട്ടാക്കി പറയാമെന്നുള്ളതാണ് നമ്മൾ ഈ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഇപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഇതിന് മറുപടി ലഭിച്ചിരിക്കണം. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിവുള്ളതായിരിക്കുന്ന ഒരു ഗുണം. മനസ്സിലായില്ലേ? അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിവുള്ള ഒരു ഗുണം. അതാ മനസ്സിലാക്കേണ്ടത്. അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചുകൊണ്ട് ഒരു വസ്തുവിനെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിവുള്ളതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു ഗുണത്തിനാകുന്നു ഖുദ്റത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ എന്താ?
വഹു മുഖ്തദിർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുവിനും കഴിവുള്ളവനാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെക്കേണ്ടത്. എല്ലാത്തിനും കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അള്ളാഹിനെ പോലെ ഒരു 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 പിന്നെ ഒരു ഒരു ഖാലിഖിനെ ഉണ്ടാക്കാൻ കഴിവുണ്ടെന്ന് അർത്ഥം വെക്കാൻ പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെയുള്ളതായിരിക്കുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് എന്ന് അങ്ങനെ അസംഭവത്തിലേക്ക് വരാൻ പാടില്ല. മുംകിന നമ്മൾ പറഞ്ഞത് അതാണ്. മുംകിനായിരിക്കുന്നു ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും നമ്മുടെ ബുദ്ധി അനുവദിക്കുന്നതായ ഒരു വസ്തുവിനെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനുമുള്ളതായിരിക്കുന്ന കഴിവ്, അതാണ്. അതിനേക്കാണ് ഖുദ്റത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിനുമേലും കഴിവുള്ളവനാണ് എന്നുള്ളതിന് നമ്മൾ പരിധി വിട്ടുകൊണ്ട് അർത്ഥം പറയാൻ പാടില്ല. പരിധി വിട്ടുകൊണ്ട് അർത്ഥം പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പിന്നെ ഒരാൾ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ എന്ത് ചെയ്യുന്നു? പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അയാളെ കിഴക്ക് ഭാഗത്തേക്കും പിന്നെ അല്ലാഹു തആലക്ക് പിന്നെ കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ശരിയാവോ ഇല്ലയോ? ഒരാളിങ്ങനെ ഉദാഹരണം പറയാം, ഞങ്ങളുടെ ഭാഗത്തുള്ളതൊക്കെ കോഴിക്കോട്ടേക്ക് യാത്ര, മാവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സമയം 8 മണിക്ക്, ഇന്ന് രാവിലെ 8 മണിക്ക് ഒരാൾ കോഴിക്കോട് നിന്ന് മാവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 8 മണിക്ക് അതേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അയാൾ എങ്ങോട്ടും യാത്ര ചെയ്യും, എങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും? മാവൂരിലേക്ക് തിരിച്ചും അല്ലാഹു തആലക്ക് എത്തിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആലക്ക് എല്ലാം കഴിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന ആ നിശ്ചിത സമയത്ത് അതേ സമയത്ത് തന്നെ അയാൾ കോഴിക്കോട്ട് നിന്ന് മാവൂരിലേക്കും യാത്ര ചെയ്യിക്കാൻ അല്ലാഹു തആലക്ക് കഴിയുമെന്ന് പറയാൻ പാടില്ലത്. കാരണം എന്തുകൊണ്ട്? അത് മുംകിനല്ല. അത് എന്തല്ല? മുംകിനല്ല. മുംകിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അത് ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യമാവണം. അതായത് അത് അസംഭവ്യമാകുന്നു, നമ്മുടെ ബുദ്ധി അനുവദിക്കാത്തതായിരിക്കുന്ന ഒരു വിഷയമാണിത്. ഒരാളെ ഒരേ സമയത്ത് തന്നെ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവനാക്കാൻ സാധിക്കുമോ? ഒരേ സമയത്ത് തന്നെ ഒരാൾ നിൽക്കുകയും ഇരിക്കുന്നവരുമാക്കാൻ അള്ളാഹുക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അത്തരം ചോദ്യങ്ങളൊക്കെ എന്താകുന്നു? പിന്നെ ബാലിശമാകുന്നു. അതൊക്കെ നിരർത്ഥകമായ ചോദ്യമാണ്. അതിനൊന്നും ഒരു അർത്ഥമില്ല. മനസ്സിലായില്ലേ? അല്ലാഹു തആലക്ക് എല്ലാം കഴിയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അസംഭവ്യമായ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ബുദ്ധി അനുവദിക്കാത്തതായിരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ചെയ്യാൻ സാധിക്കുമെന്ന അർത്ഥം അതിന് വെക്കാൻ പാടില്ല. പിന്നെന്താണ്? നമ്മുടെ ബുദ്ധി അനുവദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അതെ, അതായതിപ്പം പിന്നെ ഒട്ടകത്തെ സൂചി പിന്നെ വലുതാക്കാതെയും അത് നമ്മൾ ആദ്യമുള്ള ഓതി നമ്മൾ ഇത് സംബന്ധപ്പെട്ടുള്ളായിരിക്കുന്ന ഒരു ആയത്ത് ഓതാൻ തന്നെ കാരണം എന്താണ്? ഇത്തരം പിന്നെ സംശയങ്ങൾ ദൂരീകരിക്കാൻ. നമ്മൾ തുടക്കത്തിൽ എന്താ ഓതിയത്? സൂറത്തുൽ അറാഫിൽ 40-ാമത്തെ ആയത്ത് ഓതി. എന്താ? ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാതി വകദാലിക നജ്സിൽ മുജ്രിമീൻ. ശരിക്കും കേട്ടോളി. പരിശുദ്ധ ഖുർആനി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്തരം ഈ അള്ളാഹുവിന് ഖുദ്റത്തിനെ സംബന്ധിച്ച് നാം ശരിയായ നിലക്ക് ബോധവാന്മാരായിരിക്കണം. അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവൽ നിർബന്ധമായ വസ്തുവിനോട് അള്ളാഹുവിന് ഖുദ്റത്ത് ബന്ധിക്കില്ല. ശബ്ദം കേൾക്കുന്നില്ലേ? ഉണ്ടാവൽ നിർബന്ധമായിരിക്കുന്ന, അതായത് വാജിബ് എന്ന് പറയും, വാജിബിനോട് എന്താവില്ല അള്ളാഹുവിന്റെ കഴിവ് ബന്ധിക്കൂല. അതുപോലെ തന്നെ ഉണ്ടാവാൻ പാടില്ലാത്തത്, ബുദ്ധിപരമായിട്ട് ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നിനോട് അള്ളാഹുവിന് ഖുദ്റത്ത് ബന്ധിക്കൂല. അതിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? പിന്നെ മുംകിനോട് മാത്രമേ അള്ളാഹുവിന്റെ പിന്നെ ഖുദ്റത്ത് ബന്ധിക്കുകയുള്ളൂ. മുംകിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉണ്ടാവാൻ നിർബന്ധമായതുമല്ല, എന്നാലും ഉണ്ടാവാതിരിക്കൽ നിർബന്ധമല്ല. ഉണ്ടാവൽ നിർബന്ധമായതിന് വാജിബ് എന്ന് പറയും, ഉണ്ടാവാൻ പാടില്ലാത്തതിന് മുംതനി എന്ന് പറയും, മുസ്തഹീൽ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും അല്ലാത്തതിനാണ് മുംകിൻ എന്ന് പറയാം. അത് ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് അത് ഏതിനോട് മാത്രമേ ബന്ധിക്കുകയുള്ളൂ? സാധ്യമാതായിരിക്കുന്നത് ബുദ്ധി. അത് പിന്നെ ഉണ്ടാവാനും ബുദ്ധി അനുവദിക്കും, ഇല്ലാതിരിക്കാനും ബുദ്ധി അനുവദിക്കും. അതിനോട് മാത്രമേ അള്ളാഹുവിന് ഖുദ്റത്ത് ബന്ധിക്കുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല സൂറത്തുൽ അറാഫിൽ ഒരു ആയത്ത് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ,
ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ. ഞാൻ ആയത്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് മനസ്സിലാണെങ്കിലേ നമുക്കിത് തിരിയിരിക്കണം. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തത്തെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്നതായിരിക്കുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും വസ്തക്ബറു അൻഹാ, അവർ അതിനെ തൊട്ട് അഹങ്കരിച്ചിരിക്കുന്നു. അവരുടെ കിബർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. എൻ്റെ വഹദാനിയത്തിനെയും എൻ്റെ ഉബൂദിയത്തിനെയും ഇലാഹിയത്തിനെയൊക്കെ സമർത്ഥിക്കുന്ന തെളിവുകളെ പുറങ്കാലി കൊണ്ട് ചവിട്ടി മാറ്റുന്നതായിരിക്കുന്ന ആളുകളെ, അവർ തള്ളിക്കളയുന്ന ആളുകൾ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, ആകാശങ്ങളുടെ വാതായനങ്ങൾ, ആകാശങ്ങളുടെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല, അവർക്ക് വേണ്ടി തുറക്കപ്പെടൂല. വലാ യദ്ഖുലൂനൽ ജന്നത, അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയുമില്ല. ഏതുവരെ കടക്കൂല? ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകം കടക്കുന്നത് വരെ. ഫീ സമ്മിൽ ഖിയാത്ത്, സൂചി തുളയിൽ, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടക്കുന്നത് വരെ അവരൊരിക്കലും സ്വർഗത്ത് കടക്കൂല. അപ്പൊ എന്താ പറഞ്ഞത്? ഇതിപ്പോ നമ്മളെ ബുദ്ധിപരമായിട്ട് ഉറപ്പാ. അറബികളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ജീവി ഏതാ സുഹൃത്തുക്കളെ? അറബികളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ജീവി ഏതാണ്? അവരെ കണ്ട കാഴ്ചയിൽ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞേരി എന്താണ്? ഒട്ടകം അല്ലേ? ഒട്ടകമാണ്. അറബികളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ജീവി ഒട്ടകമാണ്. അതേപോലെ ഏറ്റവും ചെറിയ ദ്വാരം ഏതാണ്? ഏറ്റവും ചെറിയ ദ്വാരം ഏതാണ്? സൂചിയുടെ ദ്വാരം. സൂചി എന്നുണ്ടല്ലോ, തുന്നൽ അന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് അന്ന് പിന്നെ അറിയാൻ അവരുടെ അനുഭവത്തിലുണ്ട്, അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒന്നാണ് സൂചിയുടെ ദ്വാരം. അപ്പോൾ അവരുടെ ദൃഷ്ടിയുള്ള ഏറ്റവും വലിയ ഒരു വസ്തുവിനെ ഏറ്റവും ചെറിയതായിരിക്കുന്ന ഒരു ദ്വാരത്തിലൂടെ അതേ നിലയിൽ ഒട്ടകത്തിന് ഒട്ടകമായിരിക്കെ അതിന് യാതൊരു വലിപ്പക്കുറവില്ലാതെ സൂചി ആയിരിക്കെ തന്നെ ഈ ഒട്ടകം സൂചിക്കുള്ളിൽ കൂടി കടക്കുന്നത് വരെ സ്വർഗത്തിൽ കടക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബുദ്ധിയുള്ളവർ ആരും പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു കാലത്തും അവർ സ്വർഗത്തിൽ കടക്കൂല. മനസ്സിലായില്ലേ? പിന്നെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഏതെന്നറിയോ? ആദ്യത്തെ നിലക്ക് നമ്മളിവിടെ പറഞ്ഞ ഈ വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമ്മളെ സംശയങ്ങൾ തീരുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? അതായത് ബുദ്ധിപരമായിട്ട് പാടില്ലാത്തത് ഒരാൾ ഒരേ സമയത്ത് നിൽക്കുക, അതേ സമയത്ത് ഇരിക്കുക, അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ ബുദ്ധി അനുവദിക്കോ? ഇല്ല. ഒരാൾ ഒരു സമയത്ത് നിന്ന് അടുത്ത സമയത്ത് ഇരുന്നു, അങ്ങനെ പറയാം. ഒരേ സമയത്ത് തന്നെ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധി അനുവദിക്കൂല. അതുപോലെ തന്നെ ഒരേ ഒരു സ്ഥലം കറുപ്പുമാണ് വെളുപ്പുമാണ്, ഒരേ ഒരു സ്ഥലം കറുപ്പുമാണ് വെളുപ്പുമാണ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ഇതൊന്നും ബുദ്ധി അനുവദിക്കാത്ത കാര്യമാണ്. ബുദ്ധിനെ തള്ളിക്കളയത്. അതാണ് അഖലിയ മുഹാലി എന്നാണ് ഇതിന് പറയല്. അഖലിയായ മുഹാലി, ബുദ്ധിപരമായിട്ട് അസംഭവ്യമാണത്. അതാ. അപ്പോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സമ്മിൽ ഖിയാത്ത്, സമ്മ് എന്ന് പറഞ്ഞാൽ സുഖബ് എന്നാണ്. മനസ്സിലായില്ലേ? സമ്മ് എന്ന് പറഞ്ഞാൽ സുഖബ്, അതായത് ദ്വാരം. ഖിയാത്ത് എന്ന് പറഞ്ഞാൽ സൂചി. മിഖിയാത്ത് എന്നുള്ളത് നമ്മൾ ഇസാർ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇസാർ ഇസർ എന്നൊക്കെയാണ്. അപ്പം പിന്നെ സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം കടക്കുന്നത് വരെ. അപ്പോൾ അള്ളാഹു താല നമ്മളെ വളരെ നല്ല അഖലിയ മുഹാലിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അഖലിയ മുഹാലാണ് ഏറ്റവും വലുതായിരിക്കുന്ന ഒരു ഒട്ടകം, ഏറ്റവും വലിയ ശരീരമുള്ളായിരിക്കുന്ന ഒട്ടകം എന്ന് പറയുന്ന ജീവി, അതിൻ്റെ വലുപ്പത്തിൽ യാതൊരു കുറവും വരാതെ തന്നെ ഈ സൂചിയുടെ ദ്വാരമാകുന്ന ഏറ്റവും ചെറിയ ദ്വാരത്തിനുള്ളിൽ കൂടെ കടക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയും അനുവദിക്കാത്തതാണ്. അത് അഖ്ലി മുഹാലിയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നതല്ല. അതുപോലെയാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ തള്ളിക്കളയുന്ന കൂട്ടര് സ്വർഗത്ത് കടക്കുക എന്നുള്ളത് സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ഒട്ടകം കടക്കുന്നത് പോലെയാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിക്കാം, അള്ളാഹു താലാക്ക് കഴിയൂല? അള്ളാഹു താല ഖുർആനിൽ പറഞ്ഞില്ല, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു താല എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നാൽ അപ്പോൾ അള്ളാഹു താലക്ക് അങ്ങനെ ഒരു ഒട്ടകമായിക്കൊണ്ടിരിക്കെ ഒരു സൂചി ദ്വാരത്തിൽ കൂടെ ഒട്ടകത്തിനെ കടക്കാൻ അള്ളാഹു താലാക്ക് സാധിക്കില്ല എന്ന് ചോദിച്ചു വന്നാൽ, അതാ പറഞ്ഞ അള്ളാഹുവിന് കുദ്റത്ത് ബന്ധിക്കുന്നത് ഏതിനോട് മാത്രമേ ഉള്ളൂ? മുംകിനായ കാര്യത്തിനോട് മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും ഉണ്ടാവില്ല. ഇങ്ങനെ അള്ളാഹു താലാക്ക് സാധിക്കില്ലെന്ന് ചോദിച്ചാൽ അള്ളാഹു താല അത് സാധിക്കും. അങ്ങനെ സാധനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ബുദ്ധി അനുവദിക്കാത്ത കാര്യത്തിലൊന്നും അള്ളാഹു താലാന്റെ കുദ്റത്ത് ബന്ധിക്കൂല. അപ്പോൾ നമുക്ക് പല ഇതിലൂടെ നമുക്ക് മറുപടി പറയാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതാണ് സമ്മിൽ ഖിയാത്ത്.
ഇതിനാണ് നമ്മൾ അക്കലിയായ മുഹാൽ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ആദിയായ മുഹാലുണ്ട്, ആദിയായിരിക്കുന്ന ഒരു മുഹാലുണ്ട്. എന്താണ് ആദിയാ മുഹാൽ എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ കേട്ടോളൂ, ഇത് അഞ്ഞ് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ മോജിസത്തായിട്ടും കറാമത്തായിട്ടും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരാം അല്ലേ? നമുക്ക് പറയാൻ പറ്റുമല്ലേ? ചില കാര്യങ്ങളൊക്കെ എന്തുണ്ട്, പ്രവാചകന്മാർ അസംഭവ്യമായി കാണിക്കുന്നില്ലേ? ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ കാണിക്കുന്നില്ലേ? പല കറാമത്തുകളും. അതൊക്കെ ഇപ്പോൾ ഉണ്ടാവുമോ? അതൊക്കെ ഇപ്പോൾ പിന്നെ എന്തായിട്ട് സ്ഥിതി ചോദിച്ചാൽ നമ്മൾ പറയാം അക്കലിയായിരിക്കുന്ന മുഹാല് അത് ഒരിക്കലും അള്ളാഹുവിൻ്റെ നമുക്കും സാധ്യമല്ല, അള്ളാഹുവിനും സാധ്യമല്ല. അള്ളാഹുവിന് സാധ്യമല്ല എന്ന് പറയാൻ തന്നെ പാടില്ല. അവിടെ സാധ്യമല്ല വെച്ചാൽ അങ്ങനെ വസ്തു ഇല്ല, അങ്ങനെ വസ്തു ഉണ്ടാവില്ല. അതാണ് അതിനെ സംബന്ധിച്ചുകൊണ്ട് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഷൈഇന്റെ മേലും സാധിക്കുന്നുള്ളൂ. ഷൈഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നറിയാം? മുംകിൻ ആ വസ്തുവിനാണ് ഷൈഇ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഉണ്ടാവാൻ പാടുള്ള വസ്തുവിനെ സംബന്ധിച്ചാണ് ഷൈഇ എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. ബുദ്ധിക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരാൾ നിൽക്കുക ഇരിക്കുക, ഒരാൾ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇരിക്കുക എന്നുള്ളത് ബുദ്ധിക്ക് നമുക്ക് സങ്കല്പിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ നമ്മളെ പിന്നെ യാഥാർത്ഥ്യ ലോകത്ത് നമുക്കങ്ങനെ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ സാധ്യമേ അല്ല. അപ്പോൾ ബുദ്ധിപരമായിട്ട് അസംഭവ്യമായിരിക്കുന്ന കാര്യത്തിനോട് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ബന്ധിക്കൂല. അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് ഉണ്ടാവുന്ന നിർബന്ധമായ, അതായത് ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ വുജൂദ് എന്നുള്ളത് ഉണ്ടാവുന്ന നിർബന്ധമായതാണ്, അള്ളാഹുവിൻ്റെ ആസ്തിക്ക് ഉണ്ടാവുന്ന നിർബന്ധമായതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇലാഹ് എന്ന് പറയുന്നത് അവൻ ഉണ്ടാവുന്ന നിർബന്ധമായിരിക്കുന്ന ഒന്നാകുന്നു. അപ്പോൾ ഒരു ഇലാഹിന് മറ്റൊരു ഇലാഹിനോട് അവന് ഉണ്ടാക്കാൻ സാധിക്കൂല എന്നുള്ള ചോദ്യം എന്താകുന്നു? അസ്ഥാനത്താകുന്നു, നിരർത്ഥകമാകുന്നു. എന്തുകൊണ്ട്? ഇലാഹിൻ്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന നിർബന്ധമായിരിക്കുന്ന ഒന്നിനോട് ബന്ധിക്കൂല, അതുപോലെ തന്നെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വസ്തുവിനോട് ബന്ധിക്കൂല. പിന്നെ എന്തിനോടാ ബന്ധിക്കാൻ ചോദിച്ചാൽ മുംകിൻ, അഥവാ ഉണ്ടാവാനും പറ്റും ഉണ്ടാവാതിരിക്കാനും പറ്റുന്ന കാര്യങ്ങൾ. അതിനാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ എന്താണ്? അക്കലിയാ മുഹാലിനോട് ബന്ധിക്കൂല. പിന്നെ എന്താണ്? ആദിയാ മുഹാലുണ്ട്. എന്താണ്? സാധാരണഗതിയിൽ അത് മുഹാലാണ്. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? സാധാരണഗതിയിൽ അത് അസംഭവ്യമായിരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ഉദാഹരണം പറയും. സാധാരണഗതിയിൽ അത് മുഹാലാണ്. ഞാൻ പറയാം. ഒരു 3 വയസ്സായ കുട്ടിക്ക്, ഒരു 3 വയസ്സായ കുട്ടിക്ക് അല്ലെ 2 വയസ്സായ കുട്ടിക്ക് താടി മീശം വരിക എന്നുള്ളത് എന്താ? അതായിക്കോട്ടെ, ഇനിയിപ്പോൾ വേറൊന്നും വരുന്നില്ല. ഒരു 3 വയസ്സായ കുട്ടിക്ക് താടി മീശം വരിക എന്നുള്ളത് സാധാരണഗതിയിൽ അത് സാധ്യമായതാണോ അസാധ്യമായതാണോ? അസാധ്യമായതാണ് അല്ലേ? അത് ആദ്യത്തെ നിലയ്ക്ക് സാധാരണഗതിയിൽ ഒരു 3 വയസ്സായ കുട്ടിക്ക് താടി വരിക അല്ലെങ്കിൽ മീശ മുളക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ കാര്യത്തിനോട് അള്ളാഹു തആലാന് ഖുദ്റത്ത് ബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അള്ളാഹു തആലാക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒരു വയസ്സായപ്പോൾ തന്നെ ആ കുഞ്ഞിന് എന്തായി? താടി മീശം ബന്ധിച്ചിപ്പോൾ അത് വലിയ ഒരു അസംഭവ്യമായ കാര്യമാണ്? ഒരിക്കലുമില്ല. അത് മുഹാലായ കാര്യമല്ല. അത് അള്ളാഹു തആല ഖുദ്റത്ത് ബന്ധിക്കാം. അതിന് നമ്മൾ എന്ത് പറയും? അതുപോലെ തന്നെ ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുക. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ്, അതായത് ഒരു പിഞ്ചു പൈതൽ സംസാരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ മുഹാലാണ് അല്ലേ? അള്ളാഹു തആല സംസാരിപ്പിച്ചില്ലേ? അള്ളാഹു സംസാരിപ്പിച്ചു. ആരെ സംസാരിപ്പിച്ചു? 2-3 കുഞ്ഞുങ്ങളെ സംസാരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? 2-3 കുഞ്ഞുങ്ങളെ സംസാരപ്രായം എത്താത്ത കുഞ്ഞുങ്ങളെ സംസാരിപ്പിച്ചവൻ. അത് സാധാരണഗതിയിൽ എന്താകുന്നു? അത് മുഹാല് ആദിയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എന്ന് പറയുന്ന കുഞ്ഞായിരിക്കുമ്പോഴാണ് കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ ചോദിച്ചതാ. മറിയം ബീവി അലൈഹിസ്സലാമിനോട് ഇവരും ചോദിച്ചപ്പോൾ മറിയം ബീവി ഒരു കുഞ്ഞിനങ്ങോട്ട് പ്രസവിച്ചേ, ഒരു കല്യാണ ബന്ധവുമില്ല, കാര്യങ്ങളും ഇല്ല, ഒരു കുഞ്ഞായിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ അതിൻ്റെ അപ്പുറം ഇനി പറയണ്ടല്ലോ. ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് ഒരു അവിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീ വരുന്നത്. അപ്പോൾ അവർ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും വളരെയധികം പിന്നെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്ത്? അള്ളാഹിൻ്റെ ഓർഡറാണ് മിണ്ടിപ്പോയത്, നിങ്ങൾ സംസാരിക്കരുത്, ആ കുഞ്ഞ് സംസാരിച്ചോളും. അങ്ങനെ അശാറത്ത് ഇലൈ ആര് ചൂണ്ടിക്കാണിച്ചു? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ചൂണ്ടിക്കാണിച്ചു കുഞ്ഞിലേക്ക്. കുഞ്ഞാർ സംസാരിച്ചു. ഖാല ഇന്നി അബ്ദുല്ലാഹ യാതാനിയൽ കിതാബ, അല്ലേ? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു, എനിക്ക് അള്ളാഹു ഗ്രന്ഥം നൽകിയിരിക്കുന്നു. വൗസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, അല്ലേ? അങ്ങനെ ഓതിക്കൊടുത്ത് അവരെല്ലാവരും അമ്പരന്നു. അവർ വളരെയധികം സ്തംഭിച്ചു പോയി. കാരണം എന്തുകൊണ്ട്?
ഈ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുക എന്നുള്ളത് ആദത്തെ നിലക്ക് എന്താകുന്നു, ആദത്തെ നിലക്ക് പിന്നെ അസംഭവ്യമായ സാധാരണഗതിയിൽ അത് നടക്കാത്ത കാര്യമാണ്. അതിനേക്കാണ് ആദത്തെ നിലക്ക് മുഹാലംബിൽ മുഹാല് ആദിയി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കറാമത്ത് മുജിസത്തുകളൊക്കെ തന്നെ എന്താകുന്നു, ഇത്തരത്തിൽപ്പെട്ടതാട്ടോ. കറാമത്ത് മുജിസത്തുകളൊക്കെ ആദത്തിനെ ഹർക്ക് ചെയ്യുക എന്നുള്ള നമ്മുടെ ഉലമാ അശ്ശാരത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കറാമത്ത് മുജിസത്ത് എന്ന് പറഞ്ഞാലേ ഇങ്ങനെയുള്ള ആദത്തുണ്ടല്ലോ, ആദത്ത് എന്താണ്, ചെറിയ കുഞ്ഞിനിക്ക് പിന്നെ മീശ മുളക്കൂല അല്ലെ താടി മുളക്കൂല എന്നുള്ളതാണ്. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ സംസാരിക്കൂല എന്നുള്ളതാണ്. അവരെ സംസാരിപ്പിക്കുക, അവർക്ക് ഇത്തരം ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുക, ഇതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുജിസത്തും കറാമത്തായിട്ട് വരിക. അപ്പോൾ ഒരാളെ സംശയത്തിന് മറുപടി നമുക്കിവിടെ വന്നു കഴിഞ്ഞു. എന്താ, മമ്പുറം തങ്ങൾ ഒരേ സമയത്ത് മക്കയിലും അതുപോലെ തന്നെ മമ്പുറത്തും ജുമാക്കും ഉണ്ടായതായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് എന്ന്. ഓക്കെ, അതിന് അസാധ്യമായതൊന്നുമില്ല, മനസ്സിലായില്ലേ? ഒരേ സമയത്ത് വെച്ചാൽ ഇവിടെ ഇപ്പം അതിൽ ഒരു അസാധ്യമായതില്ല. അവർ ഒരേ ഒരു ശരീരം, അതേ ഒരു ശരീരം തന്നെ അവിടെ ആവണമെന്നല്ലേ കുഴപ്പമുള്ളൂ. അതേ ഒരേ ഒരു ശരീരം തന്നെ രണ്ട് സ്ഥലത്താവുക എന്നുള്ളത് മുഹാല് അക്കലിയാണ്, അതുണ്ടാവാൻ പാടില്ല. പക്ഷെ ഒരേ ശരീരം ആയിക്കോണം എന്നില്ല, മനസ്സിലായില്ലേ? ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരേ ശരീരം തന്നെ ആയിക്കോണമെന്നില്ല, ആവൂല. ഒരേ ശരീരം രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്താവുക എന്നുള്ളത് അത് മുഹാല് അക്കലിയ, അത് ബുദ്ധി അനുവദിക്കുന്നതല്ല. ഒരു ശരീരം ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സമയത്തുണ്ടാവുള്ളൂ. അത് ഒരേ സമയത്ത് ആ ഒരു ശരീരം തന്നെ മറ്റൊരു സ്ഥലത്തും ഒരു സ്ഥലത്തും ഒന്നിച്ചുണ്ടാവുക എന്നുള്ളത്, പക്ഷെ എന്താവും, അവിടെ മറ്റുള്ളതായിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഒന്നിരിക്കലും അവിടെ ഒന്നിലധികം ശരീരം ഉണ്ടാവണം. അല്ലാഹു അലം, മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ അതിന് 40 തടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതെന്തല്ല, അതൊരു അക്കലിയ മുഹാലല്ല, അത് ആദിയായ മുഹാലാകുന്നു. പിന്നെ അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിക്കുന്നത് ഏതിനോട് മാത്രമാകുന്നു? മുംകിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദൗറും തസൽസുലൊക്കെ നമ്മൾ പഠിച്ചില്ലേ മുമ്പത്തെ ക്ലാസ്സിൽ? ദൗറ് തസൽസുൽ പാടില്ല. അള്ളാഹുവിന് വുജൂദിനെ സ്ഥാപിക്കുന്നവർ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? പിന്നെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദൗറ് പാടില്ല, തസൽസുൽ പാടില്ല. അതുപോലെ തന്നെ മുംകിന്, മുംതനിയ, വാജിബ്, ഇത് നമ്മൾ പഠിക്കുന്ന നിർബന്ധമാതാ. അഖീദന്റെ വിഷയത്തിൽ ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണം. വാജിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് അത് ഇല്ലാതിരിക്കൽ സങ്കല്പിക്കാൻ സാധ്യമല്ലാത്തത്, അത് ഉണ്ടാതിരിക്കാൻ പാടില്ല, ഉണ്ടാവുന്നേ വേണം. അതാ വാജിബ് എന്ന് പറയാൻ. മുംകിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയും ചെയ്യുക, ബുദ്ധിപരമായിട്ട് ഉണ്ടാവുന്നതിനും കുഴപ്പമില്ല, ഉണ്ടാവാതിരിക്കുന്നതിനും കുഴപ്പമില്ല. അതേ അവസരത്തിൽ പിന്നെ മുംതനി, അതായത് മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തത് എന്നുള്ള, ഉണ്ടാവാൻ പാടില്ലാത്ത. അപ്പൊ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിക്കുന്നത് ഏതിനോട് മാത്രമാകുന്നു? ഈ മുംകിനോട് മാത്രമാകുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് സംശയങ്ങൾക്ക് മറുപടിയായി. ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാ അശ്ശാരത്ത് പറയുന്നുണ്ട്, എന്താ അറിയോ, ഈ ഖുദ്റത്ത് ബന്ധിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ, ഖുദ്റത്ത് ബന്ധിക്കുന്നത് മുംകിനോട് മാത്രമാകുന്നു. അതുപോലെ തന്നെ അള്ളാഹിന്റെ ഇറാദത്തും, ആ ഇറാദത്ത് എന്ന സിഫത്ത് നമ്മൾ പറയുമ്പോൾ അവിടെ പറയാം. ഏതായിരുന്നാലും ഇനി നമുക്ക് കുറച്ച് യുക്തിവാദികളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം, നിരീശ്വരവാദികളുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് അവനെ പോലുള്ള ആയിരിക്കുന്ന ഒരു ഖാലിഖിനെ ഹൽ യസ്തതിഉ അല്ലാഹു അൻ യഖ്ലുക ഖാലിഖൻ മിസ്ലഹു, അല്ലാഹു തആല അവനെ പോലുള്ള ആയിരിക്കുന്ന ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഇത് ഇടക്കിടക്ക് സാധാരണക്കാരായ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി യുക്തിവാദികൾ തൊടുത്തുവിടുന്ന ഇബ്ലീസിന്റെ ചോദ്യങ്ങളാണ്. എന്താ, അല്ലാഹു തആലാക്ക് അവനെ പോലുള്ളതായിരിക്കുന്ന ഒരുത്തനെ പടക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം. എന്താ മറുപടി പറയാ? നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിൽ നിന്ന്? ഇപ്പോൾ വിശദീകരിച്ചത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? സാധിക്കൂല എന്നല്ല പറയേണ്ടത്, അള്ളാഹു സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തആലക്ക് സാധ്യമല്ലാത്ത എന്തോ ഉണ്ടെന്ന് വന്നില്ലേ? അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂല, അങ്ങനെ ഒന്നും ഉണ്ടാവാത്തത് പിന്നെ എങ്ങനെ ഉണ്ടാവുക? ഉണ്ടാവാത്തത് പിന്നെ ഒരിക്കലും ഉണ്ടാക്കാൻ സാധ്യമല്ല. അതിന് ഷൈഇന്ന് പറയാൻ പറ്റൂല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാൻ എന്താ? അല്ലാഹു തആലാക്ക് എല്ലാ ഷൈഇനും, എല്ലാ വസ്തുവിനും മേൽ ഖാദിറാന്ന് പറഞ്ഞാൽ ഷൈഇ മുംകിൻ എന്നുള്ള, ഇവിടെ അങ്ങനെ വസ്തു ഇല്ല. അല്ലാഹു തആല ഒരു ഖാലിഖിനെ, അള്ളാഹു അവനെ പോലെ ആയിരിക്കുന്ന ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം, അങ്ങനെ ഒരു സാങ്കല്പികമായ ചോദ്യമാണത്. അത് അങ്ങനത്തെ ഒരു വസ്തു ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ കാരണം? നോക്കിക്കോളൂ. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, മറുപടി എന്താ അറിയുന്നത്? മറുപടി ഇവിടെ രണ്ട് നടനം പറഞ്ഞാലും ബുദ്ധിമുട്ടാ.
അള്ളാഹു തആലക്ക് അവനെ പോലെയുള്ള ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്ന് പറഞ്ഞാൽ മുശ്രിക്കായില്ലേ, ശിർക്ക് വന്നില്ലേ, അല്ലേ? ശിർക്ക് വന്നില്ലേ? അള്ളാഹു തആലാനെ പോലുള്ള ആയിരിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വാസം വന്നാൽ ശിർക്കല്ലേ, ശിർക്കിലകപ്പെടും. അള്ളാഹു തആലക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി. ഓ, അത് വലിയ അപകടം. ഇനി സാധിക്കൂല എന്ന് പറഞ്ഞാലോ അത് അതിനേക്കാണ് വലിയ ബുദ്ധിമുട്ടായി. എന്തുകൊണ്ട്? അള്ളാഹു തആലക്ക് സാധിക്കാത്ത എന്തോന്നുണ്ട്, അള്ളാഹു തആലക്ക് ഒരു കഴിവുകേടുണ്ട്, അള്ളാഹുവിന് അജിസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നു. അപ്പോൾ അത് രണ്ടും പാടില്ല. ഇരുതല മൂർച്ചയുള്ള ചോദ്യമാണ് ഇവർ തൊടുത്തുവിടുന്നത്. ഇത് സാധാരണക്കാരെ ഒട്ടിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. അതിന് നമ്മൾ മറുപടി എന്തെന്ന് ചോദിച്ചാൽ, പിന്നെ ഇതൊക്കെ വെറും ബാലിശമായ ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ എന്താ അവിടെ സങ്കല്പിച്ചത്? അള്ളാഹുവിനെ പോലെയുള്ള ഒരു ഖാലിഖ്. അള്ളാഹുവിനെ പോലെയുള്ള ഒരു ഖാലിഖ് എന്ന് പറഞ്ഞാൽ, ഖാലിഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടാവ് എന്നല്ലേ? ഖാലിഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടാവ്. അള്ളാഹു പടച്ചവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, ഖാലിഖിന്റെ അർത്ഥം. അവന് മഖ്ലൂക്കാവോ? ഒരു സാധനം ഒരേ സമയത്ത് ഖാലിഖും മഖ്ലൂക്കും ആവോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല ഒരേ ഒരു സമയത്ത് അല്ല, ഒരു വസ്തു ഒരേ സമയത്ത് ഖാലിഖും മഖ്ലൂക്കും ആവില്ല. ഖാലിഖാണ് മഖ്ലൂക്കല്ല, മഖ്ലൂക്കാണ് ഖാലിഖല്ല. അപ്പോൾ ഇവന്റെ ചോദ്യം എന്താണ്? ഹൽ യസ്തതിഉല്ലാഹു, അള്ളാഹു തആലക്ക് അവനെ പോലുള്ള ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? അപ്പൊ അള്ളാഹു തആല ഒരു അങ്ങനെ സങ്കല്പിക്കുക, ഇവൻ പറഞ്ഞതുപോലെ അള്ളാഹു തആല ഒരു സൃഷ്ടാവിനെ സൃഷ്ടിച്ചു നോക്കുക. അപ്പോൾ എന്തായി തീർന്നത്? ഖാലിഖാണോ മഖ്ലൂക്കാണോ? സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവം ആരാണ്? ഖാലിഖോ മഖ്ലൂക്കോ? അവൻ മഖ്ലൂക്കാവുകയാണ്, ഖാലിഖല്ല അവന്. പിന്നെ ഈ ഖാലിഖ് എങ്ങനെ മഖ്ലൂക്കാവുക? അപ്പൊ ചോദ്യം തന്നെ ചോദ്യമായിട്ടില്ല. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്, അത് ചോദ്യമായിട്ടില്ല. ചോദ്യത്തിൽ വൈരുദ്ധ്യം കലർന്നിരിക്കുന്നു, അത് ചോദ്യം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലായിട്ടില്ല. കാരണം പറയാൻ ഖാലിഖ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ പോലെ സൃഷ്ടാവ് എന്നാണ്. അങ്ങനത്തെ സൃഷ്ടാവിനെ അള്ളാഹ്ക്ക് പടക്കാൻ സാധിക്കുമോ? പടക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ എന്നാണ്. പടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൽഖ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നതിനാണ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട ദൈവം ഇല്ലായിരുന്നു, ഇപ്പോഴൊന്നുമില്ല. ഈ പറയപ്പെട്ട ദൈവം ഇല്ലായിരുന്നു, പിന്നെ ഇല്ലായ്മയിൽ നിന്ന് ആ ദൈവത്തെ സൃഷ്ടിക്കണം. അപ്പൊ എന്തായി? ആ ദൈവം ഒരു സൃഷ്ടിയായി, ദൈവം മഖ്ലൂക്കായി. ആ ദൈവം തന്നെ പിന്നെ ഖാലിഖാവോ? അതൊരിക്കലും ഇല്ല. അള്ളാഹു തആല എന്താ പാടില്ല? മഖ്ലൂക്കാവാൻ പാടില്ല. അള്ളാഹു തആല ഖാലിഖ് തന്നെയാണ്. അപ്പം റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനെ പോലുള്ള ആയിരിക്കുന്ന ഒരു ദൈവത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം വൈരുദ്ധ്യം നിറഞ്ഞതാണ്. അത് ചോദ്യമേ ആയി പരിഗണിക്കാൻ ബുദ്ധിയുള്ളവർ അനുവദിക്കൂല. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിക്കുന്നത് എന്തിനോട് മാത്രമാകുന്നു? ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യമാകുന്ന വസ്തുവിനോടേ ഉള്ളൂ. ഇവിടെ അള്ളാഹുവിനെ പോലുള്ള ആയിരിക്കുന്ന ഒരു ഖാലിഖ് എന്ന് പറയുന്നത് അത് നിർബന്ധമാണ്. ഒരു ഖാലിഖ് ആണെങ്കിൽ അവൻ വാജിബുൽ വുജൂദാണ്, അവൻ ഉണ്ടാവുന്ന ആസ്തിക്കാൻ നിർബന്ധമായിരിക്കുന്ന ഒന്നാകുന്നു. അതുകൊണ്ട് അള്ളാഹു തആലാന്റെ ഖുദ്റത്ത് അതിനോട് ബന്ധിക്കൂലാന്നാ പറയാം. നമ്മൾ ഏതുപോലെ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു ചുമരുണ്ട്. ഈ ചുമരിന് സംസാരിക്കാൻ സാധിക്കൂല എന്നുള്ളത് അതൊരു ഐബാണോ സഹോദരന്മാരെ? എന്റെ മുമ്പിലുള്ള ആയിരിക്കുന്ന ചുമരിന് സംസാരിക്കാൻ സാധ്യമല്ല, അതൊരു മോശമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ചുവര് എന്നുള്ളത് സംസാരിക്കുക എന്നുള്ളത് അതിന്റെ ശൈനിൽപ്പെട്ടതല്ല, അതിന്റെ കാര്യത്തിൽപ്പെട്ടതല്ല. നേരെ മറിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അയാൾ സംസാരിക്കൂല, അയാൾ നാപ്പട്ടനാണെന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മ തന്നെയാണ്, അതൊരു പോരായ്മയാണ്. മനസ്സിലായില്ലേ? നേരെ മറിച്ചുകൊണ്ട് ഈ ചുവര് സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ അതൊരു പോരായ്മയല്ല. എന്തുകൊണ്ട്? ആ സംസാരം എന്നുള്ളത് അതിലേക്ക് ചേർത്താൻ തന്നെ പാടില്ല, അതിലേക്ക് ചേർത്ത് പറയാൻ തന്നെ പാടില്ല. ചേർത്തുന്നവനാണ് ബുദ്ധിയില്ലാത്തവൻ. അപ്പൊ ഇതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ ഖാലിഖിനെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അതെ അള്ളാഹു നിഗാദാർ ഷുമാ ബാഷദ് ഇൻഷാ അല്ലാഹ് ഫാരിസിക്കാരനാണ്. അപ്പോട്ടെ, ഇവരെന്താ പറഞ്ഞത്? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ പോലുള്ള ആയിരിക്കുന്ന ഒരു ഖാലിഖിനെ സൃഷ്ടിക്കുമോ എന്നുള്ള യുക്തിവാദികളുടെ ചോദ്യം വൈരുദ്ധ്യം നിറഞ്ഞ. അതുകൊണ്ട് ഒരേ ഒരു ഖാലിഖ് അതുപോലെ തന്നെ അവൻ ആ ഒരേ ഒരു ഖാലിഖുമാകുന്നു മഖ്ലൂക്കുമാകുന്നു, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. വൈരുദ്ധ്യം നിറഞ്ഞ, അതുകൊണ്ട് അത് ചോദ്യമായിട്ടേ ഇല്ല. അതാണ് ഇതിന് മറുപടി. അതുപോലെ തന്നെ ഈ വേറെ ചോദ്യം വരും കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താ ഇനി വേറെ ചോദ്യം എന്ന് വെച്ചാൽ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നശിക്കാത്ത ഒന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? അള്ളാഹു തആലാക്ക് ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്ത ഒന്നിനെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? എന്താ മറുപടി പറയാ? എന്താ നിങ്ങൾ മറുപടി പറയാ? അള്ളാഹു തആലാക്ക്
നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വസ്തുവിനെ അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. എന്തുകൊണ്ട്? ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തത് എന്താണ്? ഖദീമാവണം. മാ സബത ഖിദമുഹു ഇസ്തഹാല അദമുഹു എന്നുള്ള ഖദീമായിരിക്കുന്ന ഒന്ന് മാത്രമാണ് അതിനക്ക് എന്തില്ല, അതായത് ഉണ്ടാകുന്നതിന് തുടക്കമില്ലാത്ത വസ്തു അത് ഇല്ലാതിരിക്കാനും പാടില്ല, അത് ഉണ്ടായേ തീരൂ. അപ്പോൾ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒന്നിനെ അള്ളാഹു തആലക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം തന്നെ എന്താകുന്നു? അസ്ഥാനത്താകുന്നു, അത് തെറ്റാകുന്നു. എന്തുകൊണ്ടാണ് അത് തെറ്റെന്ന് പറയാൻ കാരണം? ഒരു വസ്തുവിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അവിടെ സൃഷ്ടിക്കാന്ന് പറയുമ്പോൾ സൃഷ്ടിക്കാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നോ, ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആ വസ്തു എന്തായിട്ടില്ല, ഇപ്പോൾ അത് ഉണ്ടായിട്ടില്ല. ആ വസ്തു ഇപ്പോൾ ഉണ്ടായിട്ടില്ല, അതിനെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തായി തീർന്ന്? ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥനെ പിന്നെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒരു വസ്തുവിനെ അള്ളാഹു തആലക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സ്വർഗവും നരകവും അങ്ങനെയാണോ സഹോദരന്മാരെ? സ്വർഗവും നരകവും അള്ളാഹു തആല നശിപ്പിക്കാതിരിക്കുന്നു. അള്ളാഹു തആലക്ക് സാധിക്കാത്തത് കൊണ്ടാ? അള്ളാഹു തആലക്ക് സ്വർഗവും നരകവും എല്ലാം നമ്മൾ പറഞ്ഞ 8 വസ്തുക്കൾ പറഞ്ഞില്ല. നമ്മളിപ്പോൾ 8 വസ്തുക്കൾ പറഞ്ഞു. എന്താ നമ്മൾ 8 വസ്തുക്കൾ പറഞ്ഞിരിക്കുന്നത്? 8 വസ്തുക്കൾ പറഞ്ഞ് അർശ്, കുർസി, ഹൂറുൽ ഈങ്ങൾ, അതിലെ അനുഗ്രഹങ്ങളായ കുട്ടികള്, അതുപോലെ തന്നെ പിന്നെ അർവാഹുകള്, പ്രവാചകന്മാരുടെ ശരീരങ്ങള്, ഉജ്ബു ദംബ് തുടങ്ങിയതായിരിക്കുന്ന 8 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? അത് നശിക്കൂല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു തആലക്ക് നശിപ്പിക്കാൻ സാധിക്കൂല എന്നാണോ? അല്ല, അള്ളാഹു തആലക്ക് നശിപ്പിക്കാൻ സാധിക്കാത്തതാ ഒന്നുമേ ഇല്ല. ഏതിനെ അള്ളാഹു തആല നശിപ്പിക്കാൻ അള്ളാഹു തആലക്ക് കഴിവുണ്ട്. പക്ഷെ ഇവിടെ എന്താ ചോദ്യത്തിലുള്ളത്? അതല്ല, അള്ളാഹു തആലക്ക് നശിപ്പിക്കാൻ സാധിക്കാത്ത ഒന്നിനെ ഉണ്ടാക്കാൻ സാധിക്കുമോന്ന് ആ ചോദ്യം തന്നെ എന്താകുന്നു? അസ്ഥാനത്താകുന്നു. അങ്ങനെ നശിപ്പിക്കാൻ സാധിക്കാത്തതായിരിക്കുന്ന ഒരേ ഒരുവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വസ്തു അത് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതില്ലാത്ത അവസ്ഥയിൽ നിന്ന് അത് ഉണ്ടാക്കുക, അത് നശിക്കാൻ പാടില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം എന്താകുന്നു? അസ്ഥാനത്താകുന്നു. കാരണം എന്തുകൊണ്ടും ചോദിച്ചാൽ, ഒരു വസ്തു ഖദീമുമാകുക, ഹാദിസുമാകുക, ഒന്ന് ഖദീമുമാകുക, ഹാദിസുമാകുക എന്നുള്ളത് മുഹാലാകുന്നു. നശിപ്പിക്കാൻ സാധിക്കാതിരിക്കുക എന്നുള്ളത് അത് ഖദീമിന് മാത്രമേ എന്താകുള്ളൂ, നശിക്കാത്തത് ഉണ്ടാവുകയുള്ളൂ. അതിനെ സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ അത് ഹാദിസായി. അപ്പോൾ ഒരു വസ്തു ഖദീമാവുക, ഹാദിസാകുന്നുള്ള പരസ്പര വിരുദ്ധമായിരിക്കുന്ന ഒരു കാര്യം അവിടെ വരും. അപ്പോൾ ആ ചോദ്യവും അസ്ഥാനത്താവുന്നു. ഇനി വേറെ ഒരു ചോദ്യം, ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഇവർ തൊടുത്തുവിടുന്നുണ്ട്. ഇവരെ സൈറ്റുകളിലൊക്കെ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും സൈറ്റിലൊക്കെ പോയാൽ ഇത്തരം ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടാണ് സാധാരണക്കാരെ കബളിപ്പിക്കുന്നത്. അതിന്റെ പേരിൽ മാത്രം ഈ ഉദാഹരണങ്ങൾ പറയുന്നു. അവരെ വേറെ ചോദ്യമാണ്. എന്താ അറിയോ ആ ചോദ്യം? എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹു തആലക്ക് ചെറിയൊരു കോഴിമുട്ടന്റെ ഉള്ളിലാക്കാൻ സാധിക്കുമോ? വല്ലാത്തൊരു ചോദ്യം തന്നെ. ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹു തആല ഒരു കോഴിട്ടന്റെ ഉള്ളിലാക്കാൻ സാധിക്കുമോ ഇല്ലയോ? സാധിക്കും എന്ന് പറഞ്ഞാൽ അത് ആരും ഒരു പുച്ഛിച്ച് തള്ളും. സാധിക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കഴിയില്ലാന്ന് വരും. അതെന്താ? അത് ഇത് ചോദ്യം തന്നെ എന്താകുന്നു? വൈരുദ്ധ്യം നിറഞ്ഞതാ. എന്താ അറിയോ? കോഴിമുട്ട ആയിക്കൊണ്ടിരിക്കുക. കോഴിമുട്ടയുടെ അതിന്റെ അത്ര തന്നെ അതിന്റെ വലിപ്പമുള്ളൂ. കോഴിമുട്ടയെ വലുതാക്കാതെയും ഈ പ്രപഞ്ചത്തിനെ ചെറുതാക്കാതെയും കോഴിട്ടന്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിനെ ഒതുക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായതല്ല. അത് നമ്മുടെ ബുദ്ധി അനുവദിക്കുന്നതല്ല. ഒരാൾ ഒരേ സമയത്ത് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നു, അതേ സമയത്ത് തന്നെ കിഴക്കോട്ടും യാത്ര ചെയ്യുക എന്നുള്ളത് ബുദ്ധി അനുവദിക്കുന്ന കാര്യമല്ല. ഇതുപോലുള്ള കാര്യമാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ആ വസ്തു. അതിൻ്റെതായിരിക്കുന്ന വലിപ്പത്തിലും ആഴത്തിലും അതിൻ്റെ ഭീമാകാരമായിരിക്കുന്ന ആ സ്വഭാവത്തിൽ തന്നെ ഒരു ചെറിയ കോഴിമുട്ടയുടെ ഉള്ളിലാക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധി അനുവദിക്കുന്നതല്ല. അത് ഏതുപോലെ അള്ളാഹു തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നല്ലദീന കദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ ഹത്താ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും പരിഹസിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്തതായിരിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ കടക്കൂല. അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടൂല. ഏതുവരെ? ഹത്താ എലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒട്ടകം ആയിക്കൊണ്ട് തന്നെ ഒരു സൂചിയുടെ ദ്വാരത്തിൽ കടക്കുന്നത് വരെ സാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെയുള്ളതായിരിക്കുന്ന ഒരു അഖ്ലിയ മുഹാലാകുന്നു. ബുദ്ധി ഒരിക്കലും അനുവദിക്കാത്തതായിരിക്കുന്ന ഒരു
മുഹാലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഒട്ടകം പറഞ്ഞ് ഇവരെന്ത് പറയുന്നത്, ഇവരിപ്പോ ഇവർക്കുള്ളതായ ശാസ്ത്രത്തിന്റെ വലിയ കോടി പിടിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അല്ലെ ഭൂമി മുഴുവനും ഒരു കോയട്ടിനുള്ളിലാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതെന്താ അതിന്റെ അർത്ഥം? അത് നിങ്ങളുടെ ചോദ്യത്തിൽ വൈരുദ്ധ്യം നിറഞ്ഞിരിക്കുന്നു. ഒരു വസ്തു വലുതും ഈ കോയിട്ട എന്ന് പറയുന്നത് ചെറിയ സാധനമാണ്. അത് ആ ചെറിയ സാധനം ആയിക്കൊണ്ടിരിക്കെ വലുതായിരിക്കുന്ന സാധനം അത് കടക്കൂല എന്നുള്ളത് ഏതൊരു ബുദ്ധിയും പറയും. അപ്പോൾ ഒരു സാധനം തന്നെ വലുതും ചെറുതും കോയിട്ടിനുള്ളിൽ കടന്നായി ചെറുതായി തീർന്ന്, എന്നാൽ അത് പ്രപഞ്ചം വലുതാണെന്നാണ് അവർ പറയുന്നത്. ഈ വലുതായിരിക്കുന്ന പ്രപഞ്ചം ഒരിക്കലും എതിൽ കടക്കൂല. ഈ ചെറിയതായിരിക്കുന്ന ഈ കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് അതിൻ്റെതായിരിക്കുന്ന അതേ വലിപ്പത്തിൽ കടക്കാൻ സാധ്യമല്ല. അത് അഖ്ലിയ മുഹാലാകുന്നു. അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടും ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നത് എല്ലാറ്റിനും കഴിവുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ളതെന്നല്ലോ, ബുദ്ധിപരമായിട്ട് ബുദ്ധി അനുവദിക്കാത്ത കാര്യങ്ങൾക്കും കൂടി സാധിക്കും എന്ന അർത്ഥം വെച്ചതിൻ്റെ പേരിലാണ് ഇത്തരം അബദ്ധങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അഖീദ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കണം? ശരിയായ നിലക്ക് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ? അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന് പറയുന്നത് മുംകിനോട് മാത്രമേ ബന്ധിക്കുകയുള്ളൂ. ഏതിനോട് ബന്ധിക്കൂല? ബുദ്ധിപരമായിട്ട് ഉണ്ടാവാൻ പാടില്ലാത്ത അസംഭവ്യമായിരിക്കുന്ന കാര്യത്തിനോട് ഒരിക്കലും ഏത് ബന്ധിക്കാൻ പാടില്ല? അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ബന്ധിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വേറെയും കുറേ ഇത്തരം ഹംക്ക് ചോദ്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഹംക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് മൊത്തത്തിൽ ഈ മറുപടി നമുക്ക് എല്ലാത്തിനും ഉപയോഗിച്ച് ആവർത്തിച്ച് പറയാൻ സാധിക്കും. അതാണ് ബഹുമാനപ്പെട്ട മുസ്തനി പറയുന്നത്, ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈഇ. കണ്ടോ? ഖാദിർ മുരീദുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താകുന്നു? ഖായിമുൻ ബി നഫ്സാകുന്നു. അതുപോലെ തന്നെ ഗനിയും മുത്തലക്ക് നിരുപാധികം ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാകുന്നു. അവന്റെ പടപ്പുകളായിരിക്കുന്ന ഒന്നിലേക്കും അല്ലാഹു തആല ആശ്രയിക്കുന്നവനല്ല. അതുപോലെ തന്നെ വാഹിദുൻ അവന്റെ സത്തയിലും അവന്റെ ഗുണങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ ഏകനാകുന്നു. അതാണ് വാഹിദിന്റെ അർത്ഥം, വഹദാനിയത്ത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ വഹയ്യുൻ അല്ലാഹു സുബ്ഹാനഹു തആല എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഹുവൽ ഹയ്യുല്ലദീ ലാ യമൂത്ത് വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരണം ആസ്വദിക്കാത്ത മരണമില്ലാത്തതായിരിക്കുന്ന എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ തവക്കുൽ ചെയ്യുക. അപ്പോൾ ഹയ്യ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സിഫത്ത് അല്ലാഹു തആലക്കുണ്ട്. അല്ലാഹു തആലാന്റെ ഹയ്യ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഹയാത്ത് പോലുള്ളതായിരിക്കുന്ന ഹയാത്തല്ല, റൂഹ് കൊണ്ടുള്ള ഹയാത്തല്ല. അതുകൊണ്ട് തന്നെ അതിന് നാശവുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്റത്തുള്ളവനാകുന്നു. എന്താണ് ഖുദ്റത്ത്? അതാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ഒരു വസ്തു ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും പറ്റുന്നതായിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ഉള്ളതായിരിക്കുന്ന കഴിവ്. മുസ്തഹിലായതും വാജിബായതുമായിരിക്കുന്ന കാര്യത്തിനെ കൊള്ള ഖുദ്റത്ത് ബന്ധിക്കൂല. അപ്പൊ എന്താണ് അല്ലാഹു തആല ഒരു വസ്തുവിനെ ഇല്ലാതാക്കുക എന്ന് പറയാൻ എന്താ അതിന്റെ അർത്ഥം? ഒരു വസ്തുവിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഖത്ഉൽ ഇംദാദ് എന്നാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശരി ഇമാം എന്താണ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനുള്ളതായ ഇംദാദ് സഹായം, അത് നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെ കത്തുക ചെയ്യുക. അത് അത് മുറിച്ച് കളഞ്ഞാൽ തന്നെ അത് ഇല്ലാതായി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അത് മുറിച്ച് കളഞ്ഞാൽ തന്നെ ഇല്ലാതായി കഴിഞ്ഞു. ഒരു വിളക്ക്, ആ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ കത്തുന്നത്? അതിലുള്ള എണ്ണ കൊണ്ടാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ കഴിഞ്ഞാൽ എന്തായി തീർന്ന്? ആ വിളക്ക് കെട്ടുപോയില്ലേ? ആ വിളക്ക് കെട്ടുപോയി. അപ്പോൾ ഇങ്ങനെ ഈ എണ്ണ കഴിയാന്നുള്ളത് തന്നെയാണ് അത് ആ വെളിച്ചം ഇല്ലാതാവുന്നതിന്റെ കാരണം. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് അല്ലാഹു തആല ഒരു വസ്തുവിന് വുജൂദ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ അല്ലാഹു തആല കൊടുത്തിട്ട് അല്ലാഹു തആല ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സെക്കൻഡിലും ഓരോ വസ്തുവിനുമുള്ളതായിരിക്കുന്ന, ഞാൻ സംസാരിക്കാൻ എനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കഴിവുകളും ഓരോ സെക്കൻഡ് അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കുന്നത് അതിൽ നിന്നിങ്ങനെ ഓരോ നിമിഷങ്ങളിലും
നിമിഷം എത്രമാത്രം അംശിക്കാൻ സാധിക്കുമോ ആ സെക്കൻഡിനെ എത്ര സെക്കൻഡുകളാക്കി തിരിച്ചാൽ അതൊക്കെ തന്നെ ഈ എണ്ണ അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് കത്താൻ വേണ്ടി. ഇതുപോലെ ഓരോ വസ്തുക്കളും, പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവിനും അതുണ്ടാവുന്നതിന് അതിൻ്റെതായിരിക്കുന്ന കഴിവ് അള്ളാഹു തആല ആ സമയത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു തആല പറഞ്ഞില്ലേ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർളി അൻ തസൂല, ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർളി അൻ തസൂല. എന്താ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ ഇംസാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അള്ളാഹു തആല പിടിച്ചു വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അൻ തസൂല, അള്ളാഹു തടഞ്ഞുകൊണ്ടേയിരിക്കുക, അൻ തസൂല, അത് നശിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും, കാണുന്നതും കാണാത്തതുമായിരിക്കുന്ന ഈ സർവ്വപ്രപഞ്ചങ്ങളും അത് നശിക്കുന്നതിൽ നിന്ന് അള്ളാഹു തആല തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള യുംസിക്കു സമാവാതി വൽ അർളി അൻ തസൂല. അപ്പോൾ കഴിവുകളൊക്കെ മുൻകൂട്ടിയായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കല്ല, അള്ളാഹു തആല ഇപ്പോഴും അതിന് കഴിവ് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക. അത് നിലനിന്നു പോവാൻ, പരസ്പരം ഏറ്റുമുട്ടാതെ, ഗോളങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാതെ, ഉൽക്കകൾ തമ്മിൽ ഏറ്റുമുട്ടി പിന്നെ പ്രപഞ്ചത്തിൽ നാശനഷ്ടങ്ങളും അതുപോലെ അതിൻ്റെ ശരിയായിരിക്കുന്ന അതിൻ്റെ ഘടനകളിലൊക്കെ മാറ്റം വന്നു പോകുന്നതിനൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ എപ്പോഴും ഹിമായത്തുലും ഹിഫ്ദുലും അള്ളാഹു തആല ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഒരു വസ്തുവിനെ ഈജാദ് ചെയ്യുക. ഈദാമെന്ന് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിന് കൊടുത്തിരിക്കുന്ന ഇംദാദ്, ആ കഴിവ് മുറിച്ച് കളയുക ഇതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശരി ഇമാം ബലപ്പെടുത്തിയായിരിക്കുന്ന അഭിപ്രായം. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ വേറെ ചില ചോദ്യങ്ങൾ വരും. എന്താ അറിയോ, മുസ്ലിമിലൊക്കെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒരു മനുഷ്യന് വളരെ തമ്മാടിയായ നിലക്ക് തമ്മാടിത്തരത്തോടു കൂടെ ജീവിച്ച ഒരു മനുഷ്യന് അയാൾ മരിക്കാൻ നേരം അയാൾക്കൊരു ബോധം ഉണ്ടായി. എന്താ അയാൾക്ക് ബോധം ഉണ്ടായത്? പടച്ചവനെ, പിന്നെ ഞാനിപ്പോൾ എൻ്റെ ജീവിതകാലത്ത് ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു നന്മയും ചെയ്യാത്തവനാണ്, ഞാൻ മരിച്ചാൽ അള്ളാഹു തആല ഒരിക്കലും എന്നെ വിടൂല, ഒരു രക്ഷയിരിക്കില്ല എന്നുള്ള ഷുവറാണ് അക്കാര്യത്തിൽ. ഒരു പ്രതീക്ഷക്ക് പോലും ഒരു വകയുള്ള കാര്യം ഞാൻ ചെയ്തിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. അപ്പം ഞാൻ മരിച്ചു പോയാൽ ഉറപ്പല്ലേ എനിക്ക് രക്ഷയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു എന്ന് അറിയങ്ങൾ? എന്ത് ചെയ്തു അയാൾ കേട്ടിരിക്കും ഈ ഒരു ചരിത്രം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ബനി ഇസ്രായേലിൽ കഴിഞ്ഞു പോയതായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അയാൾ എന്ത് പറഞ്ഞു? മക്കളൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, മക്കളെ, ഞാൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്തവനാണ്, ചെയ്തത് തിന്മ മാത്രം, ഒരു നന്മയും ചെയ്യാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലൈൻ ഖദറ അലയ്യ ലഅഹ്ലകനി, അള്ളാഹു എന്നെ മേൽ ആവതാവുകയാണെങ്കിൽ അവൻ എന്നെ നശിപ്പിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എച്ചേൽക്ക് വിടരുത്, നിങ്ങൾ എന്നെ ചുട്ടുകരിക്കണം, ചുട്ടുകരിച്ച് വെണ്ണീറാക്കി ഭസ്മമാക്കി നിങ്ങൾ പിന്നെ പുഴയിൽ കൊണ്ടുപോയിക്കണം. മനസ്സിലായില്ലേ? എന്നെ ചുട്ടുകരിച്ച് വെണ്ണീറാക്കിക്കൊണ്ട് പുഴയിൽ കൊണ്ട് പിന്നെ ഒഴിക്കാൻ അള്ളാഹു തആലക്ക് കിട്ടില്ല എന്ന് ഇയാൾ അങ്ങനെ മനസ്സിലാക്കിയതാണ്. മനസ്സിലായില്ലേ? അള്ളാഹു തആലക്ക് അത് അയാളെ ഈ വിഷയത്തിലുള്ള ഒരു വിവരക്കുറവാണത്. ലൈൻ ഖദറ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചാൽ അള്ളാഹു തആലക്ക് എന്നെ കിട്ടൂലാന്ന്. അപ്പം അള്ളാഹു തആലക്ക് സാധിക്കൂലെന്ന് അയാളവിടെ മനസ്സിലാക്കി വെച്ച്. അത് അയാളുടെ ബുദ്ധിമോശമല്ലേ? യഥാർത്ഥത്തിൽ ബുദ്ധിമോശമാണ്. പക്ഷേ അങ്ങനെ ആയിട്ട് പോലും റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? പക്ഷെ അയാൾ ഈ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായിട്ട് അള്ളാഹു തആലക്ക് കഴിവുള്ളവനാണെന്ന് അയാൾക്ക് അറിയാം. അടിസ്ഥാനപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുള്ളവനാണ്, ഖുദ്റത്ത് എന്ന ഒരു സിഫത്തുണ്ട് എന്ന് അയാൾക്കറിയാം. പക്ഷേ ഈ ഒരു പിന്നെ ജുസീൽ, ഈ ഒരു ചെറിയ വിഷയത്തിൽ എൻ്റെ മേൽ അള്ളാഹു തആലക്ക് എന്നെ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ അള്ളാഹു തആലക്ക് എന്നെ കിട്ടൂല, എന്നെ കിട്ടിയാലല്ലേ ഇപ്പോൾ എന്നെ നരകത്തിലിടുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ചുട്ടരിച്ചിങ്ങേറ്റ് വെണ്ണീറാക്കി നിങ്ങൾ ഒരുപാട് അവിടെയും ഇവിടെ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളഞ്ഞാൽ പിന്നെ അത് ഞാനില്ലല്ലോ. ഇയാളെ സാധാ ബുദ്ധിയിലൂടെയുള്ള ചിന്തയാണ്. അങ്ങനെ മനസ്സിലാക്കി അയാൾ അങ്ങനെ ചെയ്തതിൻ്റെ പേര് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ടാണല്ലോ അയാൾ ഇത് ചെയ്തത്, അല്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷയില്ല എന്നുള്ള അയാളുടെ ഉള്ളിലായിരിക്കുന്ന ഭയം കാരണമായിട്ടാണ് അയാൾ ഇങ്ങനെ ഒരു വസീയത്ത് ചെയ്യാൻ കാരണം. അതുകൊണ്ട് അള്ളാഹു തആല അയാൾക്ക് പുറത്തു കൊടുത്തു എന്നാണ് സഹോദരന്മാരെ.
അപ്പോൾ ഇതിലൊക്കെ ഇപ്പം അള്ളാഹുവിൻ്റെ കുതിരത്ത് ഇയാൾക്ക് നിഷേധിക്കുമോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ കുതിർത്ത് മൊത്തത്തിൽ നിഷേധിക്കുന്നില്ല. ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ സാധിക്കൂല എന്നുള്ള ഒരു ചെറിയ ഒരു ജുസിൽ ഒരു അംശത്തിൽ മാത്രമുള്ള സംശയമുള്ളൂ. അതെന്താവില്ല, അത് വിവരമില്ലാത്തതിൻ്റെ പേരിൽ അത് അത്തരം സംശയങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നതാണ്, വിശ്വാസക്കുറവ്, വിവരക്കേടുകൾ പൊറുക്കപ്പെടുമെന്നാണ് ഇത് സംബന്ധിച്ചുകൊണ്ട് ചർച്ച ചെയ്ത നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹവാരികൾ പറഞ്ഞു, വൈദ് ഖാല ഹവാരിയൂന ഹൽ യസ്തതിഉ റബ്ബുക അൻ തുനസ്സില അലൈന മാഇദത്തൻ മിനസ് സമാഇ. കേട്ടിട്ടില്ല നിങ്ങൾ സൂറത്തുൽ മാഇദയിൽ ഹവാരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സന്തത സഹചാരികളായ 12 ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാർ ചോദിച്ചല്ലോ, ഹൽ യസ്തതിഉ റബ്ബുക, നിന്റെ റബ്ബിന് സാധിക്കുമോ ആകാശത്തുനിന്ന് ഒരു സുപ്ര ഇറക്കിത്തരാൻ, ഞങ്ങൾക്കതൊന്ന് ഭക്ഷിക്കാൻ വേണ്ടി, ഞങ്ങളുടെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കൊക്കെ ഒരു ഈദ്, ഒരു ആഘോഷമാക്കാനും ഞങ്ങൾക്ക് ഭക്ഷിക്കാനും വേണ്ടിയിട്ട് നിന്റെ റബ്ബിന് ആകാശത്തു നിന്ന് ഒരു സുപ്ര ഇറക്കിത്തരാൻ സാധിക്കുമോ? അങ്ങനെ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പഠിപ്പിച്ച ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശിഷ്യന്മാർ ഇത് പറയുക എന്നുള്ളത് ഒരിക്കൽ നമുക്ക് ഊഹിക്കാൻ സാധിക്കുമോ? അത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാവരും ചോദിച്ചത്. അല്ലെങ്കിൽ അവിടെ വേറൊരു ഓത്തുണ്ടെന്ന് പറയുന്നുണ്ട്, നിനക്ക് റബ്ബിനോട് അൽ തസ്തതിഉ റബ്ബക എന്നാണ്, ഹൽ തസ്തതിഉ റബ്ബക എന്നൊരു ഓത്തുണ്ട്. ഈസാ നബിയെ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനോട് ദുആ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് എന്നൊരു ആയത്തുണ്ട്. എന്നാൽ മഷൂർ ആയിരിക്കുന്ന നമ്മുടെ മുസാഫിലൊക്കെയുള്ള ഇന്നത്തെ ഓത്ത് ഏതാണ്, ഹൽ യസ്തതിഉ റബ്ബുക, നിന്റെ റബ്ബിന് സാധിക്കുമോ? ആകാശത്തുനിന്ന് ഒരു സൂപ്പർ ഇറക്കുക എന്നുള്ള അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരിക്കുന്ന ഒന്നല്ലത്. അത് അഖ്ലിയായിരിക്കുന്ന മുഹാലല്ല, ബുദ്ധിപരമായിട്ട് അസംഭവ്യമായ കാര്യമല്ല. എന്നിരിക്കെ തന്നെ അവർ ചോദിച്ചത് എന്താകുന്നു, അത് ഒരു ജുസിയാത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ കുതിരത്തിൽ അവർക്ക് സംശയമുള്ളത് കൊണ്ടല്ല, ഇത്തരം ചില വിഷയത്തിലൊക്കെ ഉണ്ടാകുന്ന ഭാഗികമായ നിൽക്ക് വളരെ ചുരുങ്ങിയ അളവിലൊക്കെ ഉള്ളതായിരിക്കുന്ന വിവരക്കേടുകൾ പൊറുക്കപ്പെടും, സാധാരണക്കാരായിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ പൊറുക്കപ്പെടും എന്നുള്ളതാണ് ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറയാനുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കുദ്റത്ത് എന്താകുന്നു, ആ കുദ്റത്ത് കൊണ്ട് ഒരു വസ്തുവിനെ ഇല്ലാതാക്കാനും ഉണ്ടാക്കാനും കഴിയുന്ന ആ കുദ്റത്ത് അല്ലാഹു തആലക്ക് സ്ഥിരപ്പെട്ടതാകുന്നു. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആലക്ക് എല്ലാ വസ്തുവിനും എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതായിരിക്കുന്ന വസ്തുവിനെ ഉണ്ടാക്കാനും അതില്ലാതാക്കാനും കഴിവുള്ളവനാണ് എന്നാണ്. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കൊടുത്ത് വളരെ വലിച്ചു നീട്ടിക്കൊണ്ട് അസംഭവ്യമായിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിക്കേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ തൽക്കാലം നിർത്താം. ഈ ഖുദ്റത്തുമായിട്ട് നാം ഇപ്പോൾ നടത്തിയതായിരിക്കുന്ന ചർച്ചയിൽ നമ്മുടെ ഈ ക്ലാസ്സിൽക്ക് വല്ല സംശയങ്ങളും കാര്യങ്ങളും ഏതെങ്കിലും വിധത്തിൽ സംശയങ്ങൾ തിരിയാത്തതോ ഉള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൈപൊക്കി മൈക്കിലേക്ക് വരാവുന്നതാണ് അറിയിച്ചുകൊണ്ട്. തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന ആർക്ക് സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വിളിച്ച് നിർത്തും ചെയ്യാം. അസ്സലാമു അലൈക്കും. എന്റെ സംശയം വെച്ചാല്, ഒരാൾ ഒരേ പ്രവർത്തനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ മാതിരി ഒരാൾക്ക് ഒരേ ശരീരമല്ലാതെ വേറെ 2 ശരീരം ഉണ്ടാകുക, അതും ഇപ്പൊ ഇതില് മുഹാന്റെ തൊടൂലെ എന്നുള്ളതാണ് എന്റെ സംശയം. അതായത് ഇപ്പം നമ്മുടെ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഒരാൾക്ക് ഒരു തടി അല്ലേ, ഒരാൾക്ക് ഒരു തടിയാണ്, അതാണ് സാധാരണഗതിയിൽ നമുക്കുള്ളത്. അത് നമ്മൾ മുഹാല് ആദി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറയാം. മുഹാല് ആദി സാധാരണഗതിയിൽ അത് അസംഭവ്യമാണ്, ഒരാൾക്ക് ഒന്നിലധികം തടി ഉണ്ടാകുക എന്നുള്ളത്. എന്നാൽ ഇത്തരം സാധാരണഗതികളെ സംഭവങ്ങളെ മുറിച്ച് കളയുന്നതിനാണ് നമ്മൾ മുജിസത്ത് കറാമത്ത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മുജിസത്ത് ആ നിലക്ക് ഒരാൾക്ക് 2 തടി ഉണ്ടാവുന്നതിന് വിരോധമില്ല. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ചെറിയ പിഞ്ചു കുഞ്ഞ് സംസാരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അത് അസംഭവ്യമാണ്, മുഹാല് ആദിയാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ പല്ല് വരിക എന്നുള്ളത് അല്ലേ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പ്രസവിക്കുന്ന സമയത്ത് പല്ലുണ്ടാകുക എന്നുള്ളത് അതെന്താകുന്നു, സാധാരണഗതിയിൽ അത് അസംഭവ്യമാണ്, ഉണ്ടാവാറില്ലാത്തതാണ്. പക്ഷേ ഒരു കുഞ്ഞ് പ്രസവിക്കുമ്പോൾ തന്നെ പല്ലുണ്ടാവുക എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ അസാധാരണ സംഭവം ഉണ്ടാവാം.
അങ്ങനെ അസാധാരണ നിലയ്ക്കൊക്കെ ഉണ്ടാവാം. പക്ഷെ സാധാരണഗതിയിൽ ഇത് ഉണ്ടാവാറില്ല എന്നത് തന്നെയാണ്. അത് ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല. മുരിസത്തായിട്ടും കറാമത്തായിട്ടും ഇസ്തിദ്റാജായിട്ടും പരീക്ഷണമായിട്ടും അതൊക്കെ ഉണ്ടാവുന്നതിന് യാതൊരു കുഴപ്പമില്ല. സാധാരണഗതിയിൽ ഒരാൾക്ക് പിന്നെ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ആകാശത്തിനോട് മഴ വർഷിക്കൂ എന്ന് പറഞ്ഞാൽ മഴ വർഷിക്കുക എന്നുള്ളത് അസംഭവ്യമാകുന്നു. പക്ഷേ ദജ്ജാലിൻ്റെ കാലത്ത് ദജ്ജാൽ എന്ത് ചെയ്യും? ആകാശത്തോട് വർഷിക്കാൻ പറയുമ്പോൾ അത് മഴ ഉണ്ടായിത്തീരുന്നു. അതെന്താകുന്നു? അത് പിന്നെ അതൊക്കെ എന്താകുന്നു? ഒരു പരീക്ഷണാർത്ഥം ഇസ്തിദ്റാജ് എന്നുള്ള നിലക്ക് അള്ളാഹു തആല അവന് കൊടുക്കുന്ന കഴിവുകളാണ്. അങ്ങനെ ഉണ്ടാവുന്നതിന് വിരോധമില്ല. പക്ഷേ നമുക്ക് എന്ത് പറയാൻ സംബന്ധിച്ച് മുഹാല് ആദി സാധാരണഗതിയിൽ അത് അസംഭവ്യമാണ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഞങ്ങൾക്ക് സംശയമുള്ളതല്ല അല്ലേ? സംശയമുള്ളല്ലെങ്കിൽ നമുക്ക് ക്ലാസ് നിർത്താം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലാക്ക്, ഇപ്പോൾ ഇബ്നു ഹസ്മിനെ പോലുള്ള ഇബ്നു ഹസ്മ് ഒരു ലാഹിരി, അതായത് ഖുർആൻ്റെ ഹദീസിൻ്റെ ഒക്കെ ബാഹ്യം മാത്രം പിടിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് അവർക്ക് ലാഹിരിയത്ത് എന്ന് പറയാം. ഈ വഹാബികളൊക്കെ പിന്നെ ഏറിയ കൂറും അള്ളാഹുവിൻ്റെ സിഫാത്ത് അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിലൊക്കെ ലാഹിരിയത്താണ്. വെച്ചാൽ ലാഹിർ പിടിച്ചിട്ട് ബാഹ്യം പിടിച്ചിട്ട് അർത്ഥം വെക്കുക. എന്നിട്ട് അതേപടി അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ ഒരു ഹദീസ് ഉണ്ടല്ലോ, പിന്നെ ഇത് ഒരടിമ എന്നെക്കൊള്ള നടന്നു വന്നാൽ ഞാൻ അവനെക്കൊള്ള ഓടിയെടുക്കും, അവൻ എന്നെ ഓടി വന്നാൽ ഞാൻ അതിലേക്ക് ചാടിയെടുക്കും. അങ്ങനെയുള്ള ഹദീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ബാഹ്യം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹു തആല നടക്കുന്നുണ്ട്, അള്ളാഹു തആല ഓടുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട് എന്നൊക്കെ ബാഹ്യം പിടിച്ചിട്ട് പറയുന്ന ആളുകൾ. അതിൽപ്പെട്ട ആളാണ് ഇബ്നു ഹസ്മ്. അയാൾ പറയുന്നത് എന്താ അറിയാം? മുഹാലായിരിക്കുന്ന കാര്യം അള്ളാഹു തആലാക്ക് പിന്നെ സാധിക്കൂല എന്ന് പറയാൻ പാടില്ല. മുഹാലായിരിക്കുന്ന കാര്യം അള്ളാഹു തആലാക്ക് സാധിക്കൂല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനെ മോശാക്കലാണ്. അള്ളാഹിനൊരു മോശം അള്ളാഹു സുബ്ഹാനഹു തആല അപ്പം അങ്ങനെ വെച്ചാൽ മുഹാലാക്കലി ഒരു അള്ളാഹു തആലാക്ക് ഒരു സൃഷ്ടാവിനെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ ചോദിക്കും, മറുപടി പറയും ചെയ്ത്. അതൊക്കെ ഇപ്പം മുഹാലാക്കലിയാണ്. ബുദ്ധിപരമായിട്ട് ഒരിക്കലും ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കുക എന്നുള്ളത് അത് മുഹാലാക്കലിയ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് അള്ളാഹു സാധിക്കൂല എന്ന് പറഞ്ഞാൽ അത് ഒരു കുറച്ചിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താ വലിയ ഭീമാബദ്ധത്തിൽ പെട്ടുപോയതായിരിക്കുന്ന ഒരു വിഷയമാണ് ഇതൊക്കെ. ഇത്തരം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അവർ ഈ ലാഹിർ പിടിച്ച് അവസാനം വളരെ അധികം മോശമായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നാം റബ്ബ് സുബ്ഹാനഹു തആലയെ വിശേഷിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല. വേറെ ഒരുപാട് ഇതിലൊക്കെ തന്നെ പിന്നെ ചില ആളുകളൊക്കെ മുഅ്തസിലിയാക്കൾ അതുപോലെ തന്നെ തബ്ലീഗാരൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ല, തബ്ലീഗിൽക്കും മുഅ്തസിലത്തിൽക്കും ഒന്നും പോകണ്ട. നമ്മളെ പിന്നെ ഇയാൾ പറഞ്ഞില്ലേ, പിന്നെ അബ്ദുസ്സലാം സലീം പറഞ്ഞു കേട്ടില്ലേ സഹോദരന്മാരെ, നിങ്ങൾ സ്വയം കഴിവില്ലാത്ത ഇലാഹിനെ ആരാധിച്ചാൽ അത് ശിർക്കാവൂലേ? അയാൾ ബുക്കിൽ എഴുതിയതാ. സ്വയം കഴിവില്ലാത്ത ഇലാഹിനെ ആരാധിക്കാൻ പറ്റുമോ? സ്വയം കഴിവില്ലാത്ത ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്വയം കഴിവില്ലാത്തവന് ഇലാഹാവുമോ? അതൊരിക്കലും ഇല്ല. സ്വയം കഴിവില്ലാത്ത ഇലാഹി എന്ന പ്രയോഗത്തിലൂടെ അയാളുടെ ഏറ്റവും വലിയ വിവരക്കേടാണ് അയാളുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു മൗലവി ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്തായിരുന്നു ആ മൗലവിൻ്റെ? മച്ചുനൂർ മൗലവി അല്ലേ? മച്ചുനൂർ മൗലവി പറഞ്ഞതാണ് അള്ളാഹു സുബ്ഹാനഹു തആലാക്ക് പിന്നെ പ്രസവിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്, നമുക്ക് പറയാൻ തന്നെ വളരെയധികം നമ്മുടെ നാവ് അതിന് അനുവദിക്കുന്നില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ളത് ഞാനുമായിട്ട് നടത്തിയ ഒരു ഇമെയിൽ സംവാദത്തിൽ ആൾ പറഞ്ഞത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അള്ളാഹു തആലാക്ക് പിന്നെ പ്രസവിക്കാൻ സാധിക്കൂല എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു തആലാനോട് അത് ബന്ധപ്പെടുന്നേ ഇല്ല. അള്ളാഹു തആലാനോട് അത് ബന്ധപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചുവര് സംസാരിക്കുമോ എന്ന് ചോദിച്ച് ഈ ചുവരിന് സംസാരിക്കാൻ ചുവരിന് പിന്നെ വിവരമില്ല, ചുവരിന് ഒരു വർത്താനം കേൾക്കില്ല, കാണിയില്ല, സംസാരിക്കില്ല എന്ന് പറയും. ഈ ചുവരിന് നമ്മൾ ആ ബുദ്ധിയില്ല, അതുപോലെ തന്നെ കേൾക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അയവാക്കിയിട്ട് വല്ല കാര്യമുണ്ട്? കാരണം അത് അതിൻ്റെ ശൈലിയിൽ പെട്ടതല്ല, അത് അതിൻ്റെ കാര്യത്തിൽ പെട്ടതല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിക്ക് കേൾവിയും കാഴ്ചയും ബുദ്ധിയൊന്നും ഇല്ലെങ്കിൽ അതൊരു അയബായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതല്ലാത്ത അതുപോലെ അള്ളാഹു തആലാക്ക് ഇത് ചേർത്തി പറയാൻ തന്നെ പാടില്ലാത്തതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം അതുപോലെ തന്നെ ഈ തബ്ലീഗുകാർ എന്ത് പറയാനുണ്ട്? റബ്ബ് സുബ്ഹാനഹു തആലാക്ക് പിന്നെ കളവ് പറയാൻ അല്ലേ? അള്ളാഹിനെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹു തആല കളവ് പറയാൻ കഴിയോ ഇല്ലേ? ഇന്നല്ലാഹു അലാ കുല്ലി, മുമ്പ് ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഐമി
ഫാറൂഖ് നൈബിയുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഏതൊരു മുസഫറാബാദിലോ അയാൾ പഠിക്കുന്ന കാലത്തുള്ള എവിടെയായിരുന്നു നിസാമി അല്ലേ, നിസാമിയാണല്ലോ. അപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു തബ്ലീഗ് നേതാവിൻ്റെ അടുക്കൽ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കളവ് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി തുറന്ന ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു തആലക്ക് എല്ലാം സാധിക്കുന്നതാണ്. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കലാമിൽ എങ്ങനെ കെദിബുണ്ടാവുക? അള്ളാഹുവിൻ്റെ കലാമിൽ കെദിബുണ്ടാവോ? അസംഭവം. നമ്മൾ അള്ളാഹിൻ്റെ കലാം എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ വന്ന അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇൽമിനനുസരിച്ച് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ അറിവിനനുസരിച്ച് കൊണ്ടാണ് അവൻ്റെ സംസാരം, അവൻ്റെ നഫ്സിയ സംസാരം ഉണ്ടാകുന്നത്. അല്ലേ? നമ്മളൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ സംസാരിക്കുക? നമ്മുടെ അറിവിനനുസരിച്ച് നമ്മൾ സംസാരിക്കുള്ളൂ. നമ്മൾ എന്താണ് മനസ്സിലാക്കി വെച്ചത് അതാണ് നമ്മൾ സംസാരിക്കുക. അത് തെറ്റാവും, അത് ശരിയാകും. അപ്പോൾ കലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇൽമിന് അനുസൃതമായും കൊണ്ടാണ് കലാം ഉണ്ടാവുന്നത്. ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ ഇൽമു എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണോ? അള്ളാഹിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ കശ്ഫ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹുവിൻ്റെ കഴിവ്. അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറഞ്ഞത് ഉള്ളതിനെ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ ഉണ്ടാക്കുന്നവൻ തന്നെ അള്ളാഹുവാണ്. വസ്തുക്കളെ ഉണ്ടാക്കുന്നവൻ അള്ളാഹു. അവൻ്റെ അറിവിൽ വല്ല അപാകത ഉണ്ടാവുമോ? ഒരിക്കലും അള്ളാഹിൻ്റെ അറിവിൽ അപാകത ഉണ്ടാവില്ല. അപ്പോൾ ഇൽമിൽ അപാകത അല്ലാത്തത് കൊണ്ട്, ഇൽമിൽ ഇല്ലാത്തത് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അവൻ്റെ കലാമിലും ഒരിക്കലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു കദിബ് ഉണ്ടാവാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കലാമിൽ കദിബ്, കളവ് എന്നുള്ളത് നമുക്ക് ഈ കലാമിനെ പറ്റി മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന ഒരബദ്ധമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറുപടി വേറെ നിലക്ക് മറുപടി പറയാൻ സാധിക്കും. അതേതെന്ന് ചോദിച്ചാൽ അള്ളാഹു തആലക്ക് ഖാദിറുൻ ബിഗൈരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലാ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അവൻ്റെ വാദകൾ ഒമൻ നസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ ഖൗല് സാദിഖായവർ മറ്റാരുണ്ടെന്നുള്ള. ഇങ്ങനെ അള്ളാഹു തആല പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അവൻ്റെ കലാമിൽ ഒരിക്കലും കദിബുണ്ടാവില്ല. അത് മുംതനിയും ബിഗൈരി, അങ്ങനെ അതായത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടാവില്ല. മറ്റത് അത് ഉണ്ടാവുന്നതിന് വിരോധമില്ല, പക്ഷേ അത് ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ മുഅ്തസിലിയാക്കളും തബ്ലീഗ് ജമാഅത്തുകാരിക്കുന്ന ആളുകളും ഇങ്ങനെ പല വിഭാഗങ്ങളും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചുകൊണ്ട് പല നൂലാമാലകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നിലനിൽക്കുന്നതല്ല, തെളിവുകളുടെ പിൻബലമില്ലാത്തതാകുന്നു. നമ്മുടെ അഹ്ലുസുന്നത്തുൽ ജമാഅത്താകുന്ന അശ്അരി മാതുരിദി അഖീദ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ഖുദ്റത്ത് എന്ന് പറയുന്നത് മുംകിനായ കാര്യത്തിനോട് മാത്രമേ ബന്ധിക്കുകയുള്ളൂ. മുസ്തഹീലും വാജിബുമാതായിരിക്കുന്ന കാര്യങ്ങളോടൊന്നും അവൻ്റെ ഖുദ്റത്ത് ബന്ധിക്കൂല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട അല്ലാമ ഖുലൈഫ് റിയാദുൽ ഖുലൈഫ് എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ടെന്ന് പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് ഈ ഖുദ്റത്തിനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പാടിയത് വളരെ അർത്ഥവത്താകുന്നു. ലൗലം യകുൻ ജല്ലല്ലിലാഹു ബിഖാദിരിൻ മഅന്തറ ശൈഅം മിനൽ അക്വാനി വകദൽ ഇറാദതു വൽ ഹയാതു വഇൽമുഹു ബുർഹാനു ഹാദി വാഹിദുൻ ഹഖാനി. ലൗലം യകുൻ ജല്ലല്ലിലാഹു ബിഖാദിരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിർ അല്ലാതിരുന്നെങ്കിൽ, അല്ലാഹു തആലക്ക് ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഒന്നിനുണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിവുള്ളവനായിരുന്നില്ലെങ്കിൽ മഅന്തറാ ശൈഅം മിനൽ അക്വാനി, ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും തന്നെ നിനക്ക് കാണാൻ സാധ്യമായിരുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായ നിലക്ക് അദ്ദേഹം താഴോട്ട് പോകുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമുക്കതിൻ്റെ ഹാസിൽ മനസ്സിലായി കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അത് അപാരമാകുന്നു. എല്ലാത്തിനെയും പടക്കാനും അത് പടച്ചതിനെ ഇല്ലാതാക്കാനൊക്കെ അള്ളാഹു തആലക്ക് സാധിക്കുന്നുണ്ട്. ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊന്ന് സൃഷ്ടിക്കലല്ല, അത് ഉണ്ടാവാൻ വേണ്ടി കൊടുത്തിരുന്ന കഴിവുകളെക്കാട്ട് മുറിച്ച് കളയുക, കട്ട് ചെയ്ത് കളയുക, ഇതാണ് ഇല്ലാതാക്കുക എന്നുള്ളത്. ഇതുകൂടി നാം മനസ്സിലാക്കി കഴിഞ്ഞ് ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഓരോ സിഫത്തുകളും അത് അർഹിക്കുന്ന വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് നമ്മുടെ അഖീദയുടെ ഭാഗമായി തന്നെ നമ്മളിത് പകർത്താനൊക്കെ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. വല്ല അപാകതയൊക്കെ സംഭവിച്ചിട്ട് അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്ക് ഇത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന നാഫിയ ഇൽമിൽ അള്ളാഹു തആല ആക്കി തന്നുകൊണ്ട് നമ്മുടെ ഹസനാത്തിൻ്റെ പട്ടിക അള്ളാഹു ഖനം തൂക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.